അങ്ങനെ ഈ അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചു. നമ്മുടെ ഉള്ളിലുള്ള മതമാത്സര്യം, ദമ്പ്, അഹങ്കാരം തുടങ്ങിയ ആസുരികമായ ശക്തികളെയൊക്കെ ഭഗവതി നിഗ്രഹിച്ചിട്ട് നമുക്ക് മനസ്സമാധാനവും ശരീരരക്ഷയൊക്കെ നൽകി എന്നുള്ള തത്വത്തിലാണ് അസുരന്മാരെയൊക്കെ നിഗ്രഹിച്ചു എന്ന് പറയാം. അതിനുശേഷം നല്ലൊരു കഥ, ഒരു രാജാവിന്റെയും വൈശ്യന്റെയും കഥ. ഈ കഥയിലെ പൂർണ്ണസ്വരൂപം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ കഥയിലാണ് ദേവി മാഹാത്മ്യം എന്ന ഗ്രന്ഥത്തെ കുറിച്ച് പറയുക. പണ്ട് സുരഥൻ എന്ന രാജാവ്, അദ്ദേഹം വളരെ ധർമ്മനിഷ്ഠനായിരുന്നു, സത്യസന്ധൻ, പ്രജാതൽപരനായി രാജ്യം ഭരിച്ചു. അദ്ദേഹത്തെ മറ്റൊരു രാജാവ് ആക്രമിച്ചു. ആ ആക്രമണത്തിൽ അദ്ദേഹം വിജയിച്ചെങ്കിലും അദ്ദേഹത്തിന് മന്ത്രിമാരും പരിചാരകരും ഒക്കെ ചേർന്ന് അദ്ദേഹത്തെ ശത്രുവിനോട് കൂടെ ചേർന്ന് വഞ്ചിച്ചു. തന്റെ ജീവൻ നഷ്ടമാകും എന്ന അവസ്ഥ വന്നപ്പോ അദ്ദേഹം കാട്ടിലേക്ക് പലായനം ചെയ്തു. ഇവിടെ സുമേധസ് എന്ന മഹർഷിയുടെ ആശ്രമത്തിൽ അദ്ദേഹം പ്രവേശിച്ചു. സുമേധസ് മഹർഷി ഇദ്ദേഹത്തോട് കാര്യങ്ങളൊക്കെ തിരക്കി. അദ്ദേഹം പറഞ്ഞു, ഞാൻ വളരെ ധർമ്മനിഷ്ഠയോടുകൂടി രാജ്യം ഭരിച്ചു, പക്ഷേ എന്റെ കൂടെയുണ്ടായിരുന്ന എന്റെ സഹചാരികളൊക്കെ എന്നെ കാപട്യത്തോടുകൂടി വഞ്ചിക്കാൻ ശ്രമിച്ചു. എന്റെ ജീവൻ നഷ്ടമാകുമെന്ന് തോന്നിയപ്പോ ഞാൻ അവിടുന്ന് പലായനം ചെയ്തു. എന്നെ അങ്ങ് രക്ഷിക്കണം എന്ന് പറഞ്ഞ സുരഥനോട് സുമേധസ് മഹർഷി പറഞ്ഞു, അങ്ങക്ക് ആശ്രമത്തിൽ താമസിക്കാം, ഇവിടെ ആരും അങ്ങേ അന്വേഷിച്ചു വരികയില്ല, നിങ്ങളുടെ ജീവന് ഞാൻ തന്നെ രക്ഷ നൽകിക്കൊള്ളാം. അങ്ങനെ സുരഥൻ സുമേധസ് മഹർഷിയുടെ ആശ്രമത്തിൽ ജീവിക്കാൻ ആരംഭിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഏറെക്കാലം കഴിയുമ്പോൾ ഒരു വൈശ്യൻ ആ സ്ഥലത്തേക്ക് എത്തി. സമാധി എന്ന് പേര്. വൈശ്യൻ ഗൃഹസ്ഥനാണ്. സുമേധസ് മഹർഷി വൈശ്യനോട് ചോദിച്ചു, നിനക്ക് എന്താണ് വിഷമം? ഞാൻ നന്നായി ഗൃഹമൊക്കെ നോക്കി, എനിക്ക് ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരെയൊക്കെ ഞാൻ കഴിയുന്നത് പോലെ ധർമ്മകർമ്മത്തോട് നോക്കി. പക്ഷേ ഒരു കാലഘട്ടം എത്തിയപ്പോ മക്കളും ഭാര്യയും ഒക്കെ ചേർന്നിട്ട് എന്റെ ധനമൊക്കെ പിടിച്ചു വാങ്ങി എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കി. ജീവൻ അപകടത്തിലായത് എന്ന് വിചാരിച്ച് ഞാൻ അവിടെ നിന്ന് കാട്ടിലേക്ക് പലായനം ചെയ്ത് എത്തിയാണ്. അങ്ങ് എന്നെ രക്ഷിക്കണം. ആരാണ് വന്നിരിക്കുന്നത്? ക്ഷത്രിയനും വൈശ്യനുമാണ്. 4 വർണ്ണങ്ങളെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതൊക്കെയാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ. നിങ്ങൾ എന്നെ കേൾക്കുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഇത് ജാതിയെ അല്ല. നമ്മളിതിനെ ജാതിയായി തെറ്റിദ്ധരിച്ചതാണ് നമ്മുടെ പ്രശ്നം. പലരും നമ്മളെ ഇത് പറഞ്ഞ് ജാതിയാണെന്ന് പഠിപ്പിച്ചു. ജാതി അല്ലത്. ഭഗവാൻ പറഞ്ഞല്ലോ, ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം. ഗുണഭാവ ഗുണങ്ങളെ കൊണ്ട് മനസ്സിലാക്കേണ്ടതാണ് വർണ്ണങ്ങൾ. ഒരു വീട്ടിൽ ഒരച്ഛനും അമ്മയ്ക്കും 4 പുത്രന്മാരുണ്ടായിരുന്നു. ഒന്നാമത്തെ പുത്രൻ ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ്. ഒന്നാമത്തെ പുത്രൻ അദ്ദേഹം വേദങ്ങളൊക്കെ പഠിച്ചു, ഉപന്യാസ കാര്യങ്ങൾ കഴിഞ്ഞു, സന്ധ്യാവന്തനങ്ങൾ കൃത്യമായി ചെയ്യും, ധർമ്മമേ പറയൂ, സത്യമേ പറയൂ, ധർമ്മമേ ആചരിക്കൂ, ദാനം വാങ്ങിയാൽ കഴിയുന്നത് ദാനം തിരിച്ചു കൊടുക്കും, പഠിക്കും, മറ്റുള്ളവരെ താൻ പഠിച്ചത് പഠിപ്പിക്കും, ഈ സമൂഹത്തിന് എന്തെങ്കിലും ദുരിതമുണ്ടായാൽ ദുഃഖം തോന്നും. അദ്ദേഹം സൽസ്വഭാവിയായി വേദം പറഞ്ഞനുഷ്ഠിച്ച് മുന്നോട്ട് ജീവിച്ചു പോയാൽ അദ്ദേഹത്തിന്റെ പേരാണ് ബ്രാഹ്മണൻ എന്ന്. രണ്ടാമത് അതേ അച്ഛനും അമ്മയ്ക്ക് രണ്ടാമതൊരു മകനുണ്ടായി. ആ മകൻ വേദമൊക്കെ പഠിച്ചിട്ടുണ്ട്, ഉപന്യാസ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, സത്യവും ധർമ്മവും ഒക്കെയാണ് അനുഷ്ഠിക്കുക. പക്ഷെ അദ്ദേഹത്തിന് വൈദിക മേഖലയോടൊന്നും താല്പര്യമില്ല. അതായത് ഈ പൂജാതി സമ്പ്രദായത്തോടൊന്നും താല്പര്യമില്ല. അദ്ദേഹം സത്യം പറയും, ധർമ്മം അനുഷ്ഠിക്കും. അദ്ദേഹം ഈ സമൂഹത്തിന് ഒരു നേതൃപാടവത്തോടുകൂടി അല്പം നേതൃത്വമൊക്കെ ആയി ദുഃഖിക്കുന്നവരെയൊക്കെ സഹായിച്ച്, ആരെങ്കിലുമൊക്കെ ശക്തിയില്ലാത്തവരെ ഉപദ്രവിച്ചാൽ അവരെയൊക്കെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ച് എല്ലാവരുടെയും ലീഡർഷിപ്പോട് കൂടി നിന്നാൽ അയാളുടെ പേരാണ് ക്ഷത്രിയൻ. മൂന്നാമതൊരാള് പറഞ്ഞല്ലോ, വൈശ്യൻ. എന്താണ്? വിവാഹം കഴിച്ചിട്ടുണ്ട്. അദ്ദേഹവും വേദം പഠിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ നേരത്തെയുള്ള 2 കാര്യത്തിലുമൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല. മൂന്നാമത്
അറിയാവുന്ന ജോലികളൊക്കെ ചെയ്ത് സത്യവും ധർമ്മത്തോടുകൂടി താൻ വിവാഹം കഴിച്ചുള്ള ഭാര്യയെയും ഉണ്ടായ കുട്ടികളെയും തന്റെ അച്ഛനെയും അമ്മയും ഒക്കെ നന്നായി നോക്കി സൽസ്വഭാവിയായി സമൂഹത്തിന് ദോഷമില്ലാതെ സ്വന്തം കാര്യങ്ങളൊക്കെ സന്തോഷമായി നോക്കി അറിയാവുന്ന ജോലികളൊക്കെ ചെയ്തു, കൃഷി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗമായിക്കോട്ടെ, അറിയാവുന്ന ജോലികളൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിച്ചാൽ അയാളുടെ പേര് വൈശ്യൻ. നാലാമതൊരാളുണ്ട്, അവൻ വേദം പഠിക്കാറില്ല, വിദ്യാഭ്യാസം ചെയ്യാറില്ല, വിദ്യാഭ്യാസം ചെയ്താലും അതിന്റെ ഗുണമൊന്നും ഉപയോഗിക്കാറില്ല, ശുദ്ധി ഉണ്ടാകില്ല, അച്ഛനെ നോക്കാറില്ല, അമ്മയെ നോക്കാറില്ല, വിവാഹം കഴിച്ചത് ഭാര്യയെ ഓർക്കാറ് പോലുമില്ല, എങ്ങനെയോ സന്തതികൾ ഉണ്ടായി അതിനെ പരിപാലിക്കാറില്ല, മദ്യപിക്കും, ചൂത് കളിക്കും, എവിടെങ്കിലുമൊക്കെ കിടന്നുറങ്ങും, ഒരു ശുദ്ധിയുമില്ലാതെ ഒരു ഗുണവും തന്നെ കൊണ്ട് നാടിനോ വീടിനോ തനിക്കുമില്ലാതെ ഈ നാട്ടിൽ ആരെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അവന്റെ പേരാണ് ശൂദ്രൻ. ഈ 4 വിഭാഗക്കാരെ കുറിച്ച് പറഞ്ഞില്ലേ? ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇതിലേതാ കൂടുതലുള്ളത്? പിന്നെ അടുത്ത ആൾക്കാര് നേരത്തെ 2 ആൾക്കാരും ഇല്ല, ബ്രാഹ്മണനുമില്ല ക്ഷത്രിയനുമില്ല. എന്നിട്ട് പേര് വിളിച്ചിട്ട് പറയാ ഞാൻ ബ്രാഹ്മണനാണ്. എന്നിട്ട് പോയി ശബരിമലയിൽ പോയി സ്വർണം മൂട്ടിക്കുക. മനസ്സിലായില്ലേ? ആണോ? സത്യം വധ ധർമ്മം ചര, അതാണ് അടിസ്ഥാനം. ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നത് സത്യം പറയുക, ധർമ്മം അനുഷ്ഠിക്കുക. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഇതെല്ലാ ദിവസവും ഞാൻ മനഃപൂർവ്വമാണ് ഈ വാക്യം എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്വന്തം ധർമ്മം അനുഷ്ഠിക്കണം, സ്വധർമ്മമാണ് പ്രധാനം. സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. സ്വന്തമായ ജോലിയിൽ കൂടെ തന്നെ എന്തിൽ പ്രവേശിക്കാം? മോക്ഷത്തിൽ പ്രവേശിക്കാം. ഒരു സംശയമില്ലാത്ത കാര്യത്തിൽ താൻ ഈ ജോലി ചെയ്യുന്ന ആളായി പോയി അതുകൊണ്ട് തനിക്ക് മോക്ഷം കിട്ടില്ലെന്നോ, ഈ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് എന്നെ ഭഗവാൻ സ്വീകരിക്കില്ലെന്നോ, ഈ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് ശ്രേഷ്ഠതയില്ലെന്നോ സ്വന്തമായി വിചാരിക്കാൻ പാടില്ല, അല്ലേ? ഈ സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാ തരം പ്രവൃത്തി ചെയ്യുന്നവരും ഉണ്ടാകണം, വേണ്ടേ? എല്ലാവരും, എല്ലാ ജോലിക്കും അതിൻ്റെതായ പ്രാധാന്യവും ഗുണങ്ങളുമുണ്ട്. വളരെ ചെറുതാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന പല പ്രവൃത്തികൾക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. നോക്കൂ, രാമന്റെ അച്ഛനായ ഭരതന് ദശരഥന് ഒരാണി ശ്രദ്ധിക്കാതെ പോയത് കൊണ്ടാണ് യുദ്ധത്തിന് പോയപ്പോ തന്റെ രഥം നന്നായെന്ന് നോക്കി ഒരു ചെറിയ ആണി രഥചക്രത്തിൽ വീഴാതിരിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയൊരു ആണി ശ്രദ്ധിക്കാതെ പോയതുകൊണ്ടാണ് രാമനെ എങ്ങോട്ട് പറഞ്ഞു വിടേണ്ടി വന്നത്? കാട്ടിലേക്ക് പറഞ്ഞു വിടേണ്ടി വന്നത്. ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാൽ വലിയ വലിയ കാര്യങ്ങൾക്ക് നമ്മൾ മറുപടി പറയേണ്ടി വരും. അതാണ് ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ജോലി ചെയ്യുന്ന ആൾക്കാരെ മാറ്റി നിർത്തുക, അവർ വളരെ മോശക്കാരാണെന്ന് വിചാരിക്കുക. ആ ജോലി ചെയ്യുന്ന ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് ഇതൊക്കെ ഭംഗിയായി നടക്കേണ്ടിരുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ കാക്ക എന്ന ജീവിയെ നമ്മൾ വളരെ നികൃഷ്ട ജീവിയായിട്ടാണ് കാണുക, അല്ലേ? പിന്നെന്താ, കഴുതയെ നികൃഷ്ട ജീവിയായിട്ടാണ് കാണുക. പിന്നെയോ പന്നിയെ നികൃഷ്ട ജീവിയായിട്ടാണ് കാണുക. ഇതൊക്കെ എന്ത് ചെയ്യുന്ന ജീവികളാണ്? ഇതൊക്കെ ഈ സമൂഹത്തെ ശുദ്ധമാക്കുന്ന ജീവികളാണ്. കാക്ക ഇവിടെയൊക്കെ നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ അശുദ്ധമായതും വേസ്റ്റായതും ഒക്കെ കിടന്നാൽ അതൊക്കെ കുത്തിപ്പറക്കി തിന്നുകയും കൊണ്ട് കളയുകയും ചെയ്യും. പന്നിയും അങ്ങനെയാണ്. അവരെ നികൃഷ്ടന്മാരായിട്ടല്ല കാണേണ്ടത്, പിന്നെന്താ, അവരെയാണ് ശ്രേഷ്ഠന്മാരായി കാണേണ്ടത്. നമ്മുടെ വീട്ടിലേക്ക് ഈ പ്ലാസ്റ്റിക് ഒക്കെ ശേഖരിക്കാൻ അമ്മമാർ വരില്ലേ? ഇവരുടെ പേര് ഹരിത സേന പ്രവർത്തകരാണ്. അവരെയൊക്കെ ചില ആൾക്കാർ കാണുന്നത് എങ്ങനെയാണ്? വളരെ മോശക്കാരികളായിട്ടാണ്. 50 രൂപ കൊടുക്കാൻ വലിയ പാടാണ്. 50 രൂപ വീട്ടില് നുള്ളിപ്പറക്കി നോക്കിയാൽ കാണും 1000 രൂപ. അങ്ങനെയുള്ള ആൾക്ക് 50 രൂപ അവർക്ക് കൊടുക്കാൻ പാടാണ്. വേസ്റ്റൊക്കെ വാരിക്കൊണ്ടുപോയി അത് ഒരു ചാക്കിലാക്കി അതൊരു വണ്ടിയിലൊക്കെ ഉരുട്ടിക്കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വെച്ച് അവിടെ നിന്ന് പിന്നത് വണ്ടി വരുമ്പോൾ കടക്കി കയറ്റി മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവച്ച് ഗവൺമെന്റ് എല്ലാം കൂടി ഇതെങ്കിലും എവിടെങ്കിലും കൊണ്ട് കത്തിച്ച് കളയാതെ വേറെ കാര്യം. നമ്മളെ കൊണ്ട് കത്തിപ്പിക്കത്തില്ല, ഗവൺമെന്റ് ഇതുകൊണ്ട് കത്തിക്കും. അത് വേറെ കാര്യം ഇരിക്കട്ടെ. എന്നാലും ഇതൊക്കെ പറത്തിക്കൊണ്ട് പോകുന്ന ആൾക്കാരെ നമ്മൾ കുറച്ച് മാന്യമായി കാണണം. ഈ ജോലിക്കൊക്കെ എന്തുണ്ട്? ഗുണമുണ്ട്. നിങ്ങൾ നോക്കൂ, എല്ലാ ജോലിക്കും ഗുണമുണ്ട്, അല്ലേ? നമ്മുടെ കയ്യില് 5 വിരലില്ലേ? ഈ വിരലില് ഓരോ വിരലിനും എന്തുണ്ട്? ഓരോ ഗുണങ്ങളുണ്ട്, അല്ലേ? വലിയ വിരൽ മുതല്
കുഞ്ഞു വിരല ഗുണങ്ങളുണ്ട്. നിങ്ങൾ നോക്കൂ, ഭഗവാനെ തൊഴുമ്പോൾ ആദ്യം ഭഗവാനെ കാണുന്ന വിരൽ ഏതായിരിക്കും? ഒരു ഗുണവുമില്ല എന്ന് വിചാരിച്ചിട്ട് ഈ കുഞ്ഞൻ വിരൽ, ഇതിനെ കൊണ്ട് എന്താ പ്രയോജനം? ഒന്നും ഇടാറില്ല നമ്മളത് എന്ന് വിചാരിച്ച് നിൽക്കുന്ന ആളാണ് ആദ്യം ആരാ കാണുന്നത്? ഭഗവാനെ കാണുന്നത് ആദ്യം ആ കുഞ്ഞൻ വിരലാണ്, അല്ലേ? അതിനുമുണ്ട് എന്ത്? 5 എന്ന് എണ്ണണമെങ്കിൽ ഈ ഒരു വിരൽ വേണ്ടേ? ഇതില്ലെങ്കിൽ 4 ആവൂ. ഒരു ചെറിയ കുറവ് പോലും നമ്മുടെ സമൂഹത്തെ പ്രതിഫലിക്കും, സംശയമേ ഇല്ല. പ്രതിഫലിച്ചു തുടങ്ങിയല്ലോ നമ്മുടെ സമൂഹത്തിൽ. ചില ജോലികൾ ചെയ്യുന്നവരെ ഇങ്ങനെ മോശമായി ചിത്രീകരിച്ച് ആ ജോലികൾ ചെയ്യാൻ ഇന്ന് സമൂഹത്തിൽ ആളില്ലാതായി. ഇപ്പൊ ആരാ വന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബംഗാളികളാണ്. അതുകൊണ്ട് ഇപ്പൊ ബംഗാളികൾ എന്ന പേര് മാറ്റി മംഗാളികളായി. എന്താ? അവരോട് കല്യാണം കഴിച്ചു, അവരുടെ വസ്തു വാങ്ങിച്ചു, അവർക്ക് വോട്ടുണ്ട്, അവർ നമ്മളെക്കാൾ നന്നായി. എന്ത് നോക്കൂ, നേരത്തെ ബംഗാളിലുള്ള സഹോദരന്മാരൊക്കെ അതിഥി തൊഴിലാളികൾ എന്ന് പറയുക. ആദ്യമൊക്കെ മഹാകുഴപ്പക്കാരായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ മാറി ഭംഗിയായിട്ടൊക്കെ ജീവിക്കാൻ തുടങ്ങി. ഒരു 5 കൊല്ലമൊക്കെ കേരളത്തിൽ നിന്ന ബംഗാളികളെയൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. നല്ല വെൽ ഡ്രസ്സില്, നല്ല പാൻറ് ഉടുപ്പൊക്കെ ഇട്ട് നല്ല വൃത്തിയിൽ കിടക്കുന്ന സ്ഥലത്ത് പണ്ടത്തെ കൂട്ട് കൂടാതെ അടിച്ചു കൊടുത്താണെന്ന് അവർ കിടക്കത്തില്ല. അപ്പൊ നന്നായി കിടക്കാൻ തുടങ്ങി, നല്ല ആഹാരം കഴിക്കാൻ തുടങ്ങി, അവരും മാറി തുടങ്ങി. ഇനി അവരും കാണത്തില്ല ഈ ജോലി ചെയ്യാൻ. അവസാനം വേറെ എവിടെയെങ്കിലും ആളെ കൊണ്ടുവരേണ്ടി വരും. ഇത് നമ്മുടെ സമൂഹത്തിൽ പൊതുവേ ഉള്ളൊരു ചിന്തയാണ്. വസ്ത്രം കണ്ടിട്ട്, ചെയ്യുന്ന ജോലി കണ്ടിട്ട്, ധനം കണ്ടിട്ട്, നിറം കണ്ടിട്ട് ഒരാളിനെ വിലയിരുത്തുക എന്നത് വളരെ മോശമായ കാര്യമാണ്. നമ്മുടെ ദൃഷ്ടിയുടെ പ്രശ്നമാണ്, കാഴ്ചയുടെ പ്രശ്നമാണ്. ചന്ദ്രൻ യഥാർത്ഥത്തിൽ ചെറുതാകുകയും വലുതാകുകയും ചെയ്യുന്നില്ല, ഉണ്ടോ? ഇല്ല. ചന്ദ്രൻ എപ്പോഴും പൂർണ്ണനാണ്. നമുക്ക് തോന്നുകയാണെന്ത്? ചന്ദ്രൻ ചെറുതാകുന്നുണ്ട്, ചന്ദ്രൻ വലുതാകുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ ഗ്രഹണം കൊണ്ട് ചന്ദ്രൻ ചെറുതായി വരുന്നു, ചന്ദ്രൻ പൂർണ്ണചന്ദ്രനിലേക്ക് എത്തുന്നൊക്കെ നമുക്ക് തോന്നുന്നതാണ്. യഥാർത്ഥത്തിൽ എന്താവുന്നില്ല? ചന്ദ്രൻ വലുതാകുന്നതുമില്ല, ചന്ദ്രൻ ചെറുതാകുന്നതുമില്ല. നമ്മുടെ കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് ഒരാളുടെ രൂപം കണ്ടിട്ടോ, അയാളുടെ ജോലി കണ്ടിട്ടോ, നിറം കണ്ടിട്ടോ, വേഷം കണ്ടിട്ടോ ഒക്കെ എന്ത് ചെയ്യരുത്? ഒരിക്കലും ഒരാളിനെ വിലയിരുത്താനേ പാടില്ല. വളരെ ശ്രേഷ്ഠന്മാരൊക്കെ നടക്കുന്നത് വളരെ മോശമായ വസ്ത്രധാരണത്തിലൊക്കെ ആയിരിക്കും, അല്ലേ? നോക്കൂ, ഇവിടെ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ 4 വർണ്ണങ്ങളാണ് പറഞ്ഞത്, ജാതിയല്ല. ഇക്കാലത്ത് എന്തായി മാറി? ഈ വർണ്ണമൊക്കെ ജാതിയിലേക്ക് ചേർക്കപ്പെട്ടു. ജാതി സ്ഥിരമായി. ആ ജാതിയിൽ നിന്ന് മറ്റൊരു ജാതിയിലേക്ക് പോകാൻ കഴിയാത്തതായി മാറി. ഭാരതത്തിലും കേരളത്തിലും ഒക്കെ വലിയ പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ ഒരു പരിധി വരേക്ക് ഇപ്പോൾ അത് കുറവുണ്ട്. പക്ഷെ കേരളം വിട്ട് നിങ്ങൾ പുറത്തേക്ക് പോയാൽ ഇപ്പോഴും പല സ്ഥലത്തും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. നോക്കൂ സജ്ജനങ്ങളെ, നമ്മളെ വിഭജിച്ച് മാറ്റി നിർത്താനായി എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്ത്? ഈ ജാതി വ്യവസ്ഥ. ഒരു കഥ സത്യമായി വന്നാൽ എന്ത് സംഭവിക്കും? പറച്ചു വെച്ച പന്തിരുകുലത്തിലെ 12 കുലക്കാരാണ് ഇവിടെ ഉള്ളത്, കേരളത്തിലുള്ളത്, അല്ലേ? പറച്ചയായിരുന്നു അമ്മ. അച്ഛനാരായിരുന്നു? ബ്രാഹ്മണനായിരുന്നു. വരരുചിക്കും പറച്ചി കുട്ടിക്കും ഉണ്ടായ 12 കുലക്കാർ. അച്ഛനും ചാത്തനും പാണനും പാക്കനാരും പെരും തച്ചനും നായരും വള്ളുപോലും ഉപ്പുകൊറ്റനും രചകനും കാരക്കലമ്മയും കാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ. 6ാമത്തെ പാന്തന്റെ കവിതയിൽ മധുസൂദനൻ സാർ എഴുതിയതാണ്. ഉപ്പുകൊറ്റനും രചകനും കാരക്കലമ്മയും പിന്നെ കാഴ്ചയ്ക്ക് വേണ്ടി ഞാൻ. ഈ 12 കുലക്കാരാണ് കേരളത്തിലുള്ളതെന്നാ പറയാം. ഇതൊരു കഥയായിരിക്കാം. നോക്കൂ, ഇത് സത്യമാകണമെന്നാണ് എന്റെ പ്രാർത്ഥന. കാര്യം എന്താ? ഈ അടിയൊക്കെ തീരും, പ്രശ്നങ്ങൾ തീരും. എല്ലാവരും മിടുക്കന്മാരായിരുന്നു. ഈ 12 പേരിൽ 12 പേരും ഗംഭീരന്മാരായിരുന്നു. നോക്കൂ, കാക്കനാരെ നമുക്ക് കേട്ടിട്ടുണ്ട്, ചാത്തനെ കേട്ടിട്ടുണ്ട്, അമ്മയെ കേട്ടിട്ടുണ്ട്, അതേപോലെ വായില്ലാക്കുന്നിൽ അപ്പൻ, പാറാണത്ത് ഭ്രാന്തൻ, പിന്നെ അഗ്നിഹോത്രി, ഇങ്ങനെ തുടങ്ങി എല്ലാവരും ഗംഭീരന്മാരായിരുന്നു. ആ 12 അങ്ങനെ ആരോ ഒരു കഥ ഉണ്ടാക്കിയതായിരിക്കാം. പക്ഷെ കഥയിലെ തത്വം നോക്കുമ്പോൾ നമ്മളൊക്കെയും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കേണ്ടതാണ്. പിന്നെ ആരോടാണ് നമ്മൾ ഈ ഇത്തരം പ്രവൃത്തികൾ കാണിക്കേണ്ടത്? തന്നോടൊരാൾ എങ്ങനെ പെരുമാറുന്നുവോ അതേപോലെ തിരിച്ചു, അല്ലേ? തന്നോട് മോശമായി പെരുമാറിയാൽ എന്ത് ചെയ്യണം? അവനോടും മോശമായി തന്നെ പെരുമാറണം. തെറിക്കുത്തരം മുറിപ്പത്തലാണ്. എന്നിട്ട് തിരിച്ചു കാണിക്കരുത്. നല്ല ഇടി കൊടുക്കാൻ ശരിയാവും. മനസ്സിലായില്ലേ? ശൗര്യം കാണിക്കേണ്ടടുത്ത് ശൗര്യം കാണിക്കണം, വിനയം കാണിക്കേണ്ടടുത്ത് വിനയം കാണിക്കണം, അല്ലേ? ചില ആൾക്കാർ പറയില്ലേ, വെജിറ്റേറിയൻ കഴിക്കുന്ന ആൾക്കാരൊക്കെ കേമന്മാരാണ്. ആണോ? അങ്ങനെയൊന്നുമില്ല. ഭക്ഷണമൊക്കെ അവനവന്റെ ജോലിക്ക് അടിസ്ഥാനത്തിലാണ്. ഭക്ഷണം അങ്ങനെ
രാവിലെ ഇവിടെ പണിക്കൊക്കെ പോകുന്ന ചേട്ടന്മാർ പൊറോട്ട കഴിച്ചിട്ടായിരിക്കും പോവുക. എന്താ കാര്യം? അത് കുറച്ച് ഉള്ളി കിടക്കണം, വലിയ കല്ല് പൊക്കണം, ചമക്കണം, പിടിക്കണം. അപ്പൊ പിന്നെ തൈര് സാധനം കഴിച്ചിട്ടോ ശരിയാവുമോ? ഇഡ്ഡലി കഴിച്ചാൽ ശരിയാവുമോ? ഇല്ല. ഇച്ചിരി കട്ടിയുള്ള സാധനം കഴിച്ചാൽ അകത്ത് കിടക്കും. ജോലിക്ക് അനുസരിച്ചാണ് എന്ത് ഭക്ഷണം. ചിദാനന്ദപുരി സ്വാമിയോട് ഒരിക്കല് ഒരാൾ ചോദിച്ചു, ഈ പട്ടാളക്കാരൊക്കെ മദ്യവും മാംസവും കഴിക്കുന്നതിനെ കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ്? അങ്ങനെ പറഞ്ഞ് കഴിക്കണം. എന്താ കാര്യം? മിലിറ്ററി ഈ ഭീകരന്മാരൊക്കെ കയറി വരുമ്പോഴേ അവർ പാലും പഴം കഴിച്ചിട്ട് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അവർ വെടിവെച്ചിട്ട് പോകും. അവിടെ എന്ത് ചെയ്യണം? കുറച്ച് ക്ഷാത്രവീര്യം വേണം അവർക്ക്. അതിനെന്ത് വേണം? വൈകിട്ട് ഒരു ചെറുതൊക്കെ കഴിച്ച് ഇച്ചിരി കടിച്ചു പിടിക്കുന്ന കഴിക്കാനൊക്കെ എന്തുണ്ടാവും? രാമൻ കഴിച്ചിട്ടുണ്ട്. അധികം പറഞ്ഞാൽ നമുക്ക് വിഷമമാണ്. രാമൻ എന്ത് കഴിച്ചിട്ടുണ്ട്? മാംസം കഴിച്ചിട്ടുണ്ട്. രാമൻ എന്ത് കഴിച്ചില്ലേ? രാമൻ നല്ല കാട്ട് മൃഗങ്ങളെയൊക്കെ വേട്ടയാടി പിടിച്ച് കഴിച്ചിട്ടുണ്ട്. എന്താ പിടിക്ക് നമ്മൾക്ക് പലർക്കും വിഷമമാണ്. രാമൻ അങ്ങനെ കഴിക്കുമോ? എന്താ രാമന് കഴിച്ചാല്? രാമൻ ആരായിരുന്നു? ബ്രാഹ്മണനായിരുന്നു? ക്ഷത്രിയനായിരുന്നു? ക്ഷത്രിയൻ, ക്ഷാത്രവീര്യമുള്ളവൻ. ക്ഷത്രിയൻ എന്ത് കഴിക്കാം? മാംസം കഴിക്കാം. 10 തലയും 1000 ആനയുടെ ശക്തിയുള്ള രാമനെ കൊല്ലാൻ രാമൻ പാലും പഴം കഴിച്ചിട്ട് പോയിരുന്നെങ്കിലോ? പറ്റുമോ? പറ്റില്ല. അവനവന്റെ ജോലിക്കനുസരിച്ചാണ് ഭക്ഷണമൊക്കെ. അപ്പോ ഇത് ഇങ്ങനെയൊക്കെ കണ്ടിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഒരാളെയൊന്നും വിലയിരുത്താൻ പാടില്ല എന്ന് പറയാം. ഇവിടെ വൈശ്യന്റെ പേര് ഞാനിത് കൃത്യമായി പറയാൻ കാരണം ഇതിന്റെ കഥയിൽ അവസാനം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. സമാധി പേര് തന്നെ എങ്ങനെയാണ്? സമാധി. അങ്ങനെ വൈശ്യനും സുരതൻ എന്ന രാജാവും സുമേധസ് മഹർഷിയുടെ ആശ്രമത്തിൽ താമസിക്കുന്നു. സുമേധസ് മഹർഷി ഇവർക്ക് രണ്ടുപേർക്കും ഈശ്വരകാരുണ്യത്തിലുള്ള മാർഗം പറഞ്ഞു. എന്താണ് മാർഗം? ഇവിടെയാണ് നമ്മളെല്ലാവരും കേൾക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതും പലരും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രന്ഥം ഉണ്ടാകുന്നുണ്ട്. ആ ഗ്രന്ഥത്തിന്റെ പേരെന്താണ്? ദേവി മഹാത്മ്യം. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ദേവി മഹാത്മ്യം. കർണാടകം, തമിഴ്നാട്, കേരളം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇതിനെ ദേവി മഹാത്മ്യം എന്ന് പറയും. 700 ശ്ലോകങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് നിങ്ങൾ വടക്കേന്ത്യയിലേക്ക് പോയാൽ ഇതിനെ ദുർഗാ സപ്തശതി എന്ന് പറയും. ദുർഗാ സപ്തശതി. 700 ശ്ലോകമുള്ള മറ്റൊരു ഗ്രന്ഥമുണ്ട് നമുക്ക് പരിചയമുള്ളത്. എന്നറിയുമോ? ഭഗവത്ഗീത. എത്ര ശ്ലോകമുണ്ട്? 700. 18 അധ്യായം, 700 ശ്ലോകമുണ്ട് ഭഗവത്ഗീത. ഇതിനെ പുറത്തേക്ക് പോകുമ്പോൾ ദുർഗാ സപ്തശതി എന്നും നമ്മുടെ നാട്ടിൽ ഇതിനെ ദേവി മാഹാത്മ്യം എന്ന് പറയും. നിങ്ങള് വളരെ പ്രധാനമാണ് ഈ ഗ്രന്ഥം. ഈ ഗ്രന്ഥത്തിലെ ഒരു ശ്ലോകം നമ്മൾ നിത്യേന ചൊല്ലുന്നുണ്ട്. ഏതാ? സർവമംഗളമംഗല്യേ ശിവേ സർവാർദ്ധസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണേ നമസ്തുതേ. ഇതെല്ലാ ദിവസവും നമ്മൾ സാധാരണ ചൊല്ലാറുന്നതാണ്. 12 അധ്യായമുണ്ട്. അതിൽ 11ാം അധ്യായത്തിൽ ദേവിയെ ഋഷിമാർ സ്തുതിക്കുന്നു. ഋഷിമാര് ദേവിയെ സ്തുതിക്കുമ്പോ ചൊല്ലുന്ന മന്ത്രമാണ് ഈ സർവമംഗളമംഗല്യ. അങ്ങോട്ട് 10-24 മന്ത്രത്തിൽ സ്തുതിയാണ്. വളരെ ഗംഭീരമാണ്. ദേവി മഹാത്മ്യം വളരെ ഗംഭീര പുസ്തകമാണ്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു ചെറിയ ദേവി മഹാത്മ്യം ഇതിൽ വാങ്ങാം. എന്നിട്ട് പട്ടിൽ പൊതിയുക. എന്നിട്ട് വിളക്കിന്റെ മുമ്പിൽ വെക്കുക. എന്നിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഈ വായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ, നന്നായി വായിക്കാൻ പഠിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും അത് കയ്യിലെടുത്ത് ഭഗവതിയെ വിചാരിച്ച് സർവമംഗളമംഗല്യ എന്ന മന്ത്രം ഒരു 21 തവണയെങ്കിലും ജപിച്ച് സ്വസ്ഥാനത്ത് വെച്ചാൽ തന്നെ എന്തുണ്ടാകും? നല്ല ഐശ്വര്യം ഉണ്ടാകുമെന്ന് ഭാഗവതം സാക്ഷ്യമായി പറയുന്നു. അപ്പോ വലിയ അർത്ഥമുള്ള പുസ്തകം എൻ്റെ ഉണ്ട്, വലിയ പുസ്തകം. അത് വാങ്ങണമെന്നില്ല. ഓക്കെ, കുറച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞിട്ട് വാങ്ങാം. പഠിക്കാൻ കഴിയുന്നവര് ഒരേ അധ്യായമെങ്കിലും വായിച്ച് പഠിക്കാൻ യൂട്യൂബിലൊക്കെ നല്ലത് കിട്ടും. നോക്കിയിരുന്ന് പഠിക്കാം. ചെറിയ പുസ്തകമാണെങ്കിൽ നമുക്ക് ഇവിടെയുണ്ട്. 120 രൂപ കൊടുത്താൽ ഇവിടെ നമുക്കൊരു ചെറിയ പുസ്തകം കിട്ടുന്നുണ്ട്. നമ്മുടെ ഇവിടെ പുസ്തകശാലയിലുണ്ട്, അവിടെ കിട്ടും. കഴിയുന്നവർ വാങ്ങുക. വാങ്ങിയിട്ട് അത് സ്വസ്ഥമായിട്ട് പൂജാമുറിയിൽ വെക്കുക. എന്നിട്ട് അത് വായിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിലും അതെടുത്ത് വെച്ചിട്ട് ഈ സർവമംഗളമംഗല്യ എന്ന മന്ത്രം ജപിച്ചാൽ തന്നെ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും. കഴിയുന്നവര് നല്ല ഏതെങ്കിലും വോയിസ് നോക്കി കേട്ടിട്ട് പതുക്കെ പഠിച്ചാൽ ഈ ദേവി മഹാത്മ്യ പുസ്തകം പട്ടിൽ പൊതിഞ്ഞ് വീട്ടിൽ സൂക്ഷിച്ചാൽ തന്നെ ശത്രുബാധകൾ, മറ്റ് ദോഷദുരിതങ്ങൾ ഉണ്ടാകില്ല എന്നാണ് ആചാര്യമതം. ഇതിനെക്കുറിച്ച് വലിയ കഥകളൊക്കെ ഉണ്ടല്ലോ. പണ്ട് തമ്പുരാൻ പറഞ്ഞ കഥകളൊക്കെ പറയും. ചോറ്റാനിക്കര അമ്മയായിട്ട് ബന്ധപ്പെട്ട കുറെ കഥകൾ ആ കാര്യത്തിലുണ്ട്. പണ്ട് തൃപ്പടിയിൽ തന്റെ മോതിരം വെച്ച് പോയതിനു ശേഷം അർദ്ധരാത്രിയിൽ എടുക്കാൻ നമ്പൂതിരി പറഞ്ഞു വിട്ട കഥയും, അവിടെ ആകെ പ്രേത വിഷയങ്ങളുള്ള സ്ഥലത്ത്
ദേവി മഹാത്മ്യം കയ്യിൽ വെച്ചിരിക്കുന്നത് കൊണ്ട് ഒരാപത്തുമില്ലാതെ പോയി തൃപ്പടിയിൽ ഇരുന്ന മോതിരം എടുത്തു കൊണ്ടുവന്ന് കൊടുത്ത കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ദേവി മഹാത്മ്യം ഇവിടെ സുമേധസ് മഹർഷി സുരതനും സമാധി എന്ന ഐശ്വര്യന് വേണ്ടി ഉപദേശിച്ചു കൊടുത്തു. ഇവർ രണ്ടുപേരും ദേവി മഹാത്മ്യം പഠിച്ചു നന്നായി. തുടർന്ന് ദേവി അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ചോദിക്കുന്നുണ്ട് ദേവി, ക്ഷത്രിയനോട് എന്താണ് വേണ്ടത്, നിനക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ തരും. ദേവിയോട് ക്ഷത്രിയൻ പറഞ്ഞു, എന്റെ രാജ്യമൊക്കെ നഷ്ടപ്പെട്ടു പോയി, എനിക്ക് എന്ത് വേണം? രാജ്യം വേണം. രാജ്യം കിട്ടിയാൽ എനിക്ക് ആ പ്രജകളെയൊക്കെ സന്തോഷത്തോടെ നോക്കാൻ സാധിക്കും. ഞാൻ ധർമ്മം ചെയ്യുന്നു, കർമ്മം ചെയ്യുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യാം? എനിക്ക് ശ്രേഷ്ഠമായിട്ടുള്ള രാജ്യം വേണം. ഉടനെ ഭഗവതി അനുഗ്രഹിച്ചു. ഏറെ കഴിഞ്ഞപ്പോ അവരുടെ ആ കിങ്കരന്മാരൊക്കെ, അവരുടെ സേവകന്മാരൊക്കെ രാജാവിന്റെ അടുത്തേക്ക് എത്തി. എന്നിട്ട് രാജ്യമൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചതായി അറിയിച്ചു. അദ്ദേഹം തിരിച്ചുപോയി. സമാധി എന്ന വൈശ്യനോട് ദേവി ചോദിച്ചു, നിനക്കെന്താണ് വേണ്ടത്? വൈശ്യൻ എന്ത് പറഞ്ഞു? ഭഗവതി, ഇനി ഇങ്ങനൊരു ഗൃഹസ്ഥാശ്രമ ജീവിതം പോലും എനിക്ക് വേണ്ട. ഞാൻ അനുഭവിച്ചു, ഏറെ നല്ലതാണെന്ന് വിചാരിച്ച് അനുഭവിച്ചു. സത്യമാണ് ഞാൻ ചെയ്തത്, ധർമ്മമാണ് ഞാൻ അനുഷ്ഠിച്ചത്. എന്നിട്ടും എന്നെ എന്റെ മക്കളും ഭാര്യയും ഒക്കെ കൈവടിഞ്ഞു. എനിക്ക് അവിടെ നിൽക്കാനും സാധിച്ചില്ല. എന്റെ ജീവൻ പോലും ആപത്തിലായി. അതുകൊണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഗൃഹസ്ഥാശ്രമം എന്നത് വളരെ വലിയ ശ്രദ്ധയോടുകൂടി കഴിയേണ്ട ഒരു ആശ്രമമാണ്. ഇനി അതിലേക്ക് പ്രവേശിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. അതുകൊണ്ട് എന്ത് വേണം? എനിക്ക് അമ്മ ഭഗവതി മോക്ഷത്തിനുള്ള മാർഗം പറഞ്ഞുതരാം. ഇവിടെ ആരാണ് മോക്ഷം ചോദിക്കുന്നത്? വൈശ്യൻ. ആരാണ് വീണ്ടും ഭൗതികത ചോദിക്കുന്നത്? ക്ഷത്രിയൻ. അപ്പൊ കുലം കൊണ്ടാണോ താത്വിക ബോധം, ആധ്യാത്മിക ബോധം ഉണ്ടാകുന്നത്? അല്ല. പിന്നെന്താണ്? നമ്മുടെ സംസ്കാരവും ചിന്തയും കൊണ്ടാണ്. ഈ കുലം കൊണ്ടൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നല്ല കുലത്തിൽ നായും പിറക്കും പറയത്തില്ലേ? നല്ല കുലത്തിലൊക്കെ എത്രയോ ആൾക്കാർ നാശമായി പിറന്നിട്ടുണ്ട്. കുലം എന്ന് പറയുമ്പോൾ ജാതിയല്ല, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. കുലം എന്നത് നമ്മുടെ സംസ്കാരമാണ്. നമുക്കെല്ലാവർക്കും ഒരു സംസ്കാരം ഉണ്ടാകാം. നോക്കൂ, ഈ കൊല്ലം ജില്ലയിൽ ഉള്ള നമ്മുടെ സംസ്കാരമായിരിക്കില്ല നമ്മുടെ അതേ കുലത്തിൽ പിറന്ന മറ്റൊരു ജില്ലയിലുള്ളവരുടെ സംസ്കാരം, അല്ലേ? കോട്ടയം കഴിഞ്ഞാൽ അടുത്ത എറണാകുളത്തേക്ക് പ്രവേശിച്ചാൽ മറ്റൊന്നാണ്, തൃശ്ശൂരിലേക്ക് പ്രവേശിച്ചാൽ മറ്റൊന്നാണ്. അങ്ങനെ അങ്ങനെ മുന്നിലേക്ക് പോകും തോറും ഈ സംസ്കാരം അപ്പാടെ മാറിക്കൊണ്ടേയിരിക്കും. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സഞ്ചരിച്ചാൽ കേരളമാണ്, മലയാളമാണ് പറയുന്നത്. ഭാഷയ്ക്ക് പോലും വ്യത്യാസമുണ്ട്, ആചാരങ്ങൾക്ക് പോലും വ്യത്യാസമുണ്ട്, ഒരേ ജാതിയിൽപ്പെട്ടവരുടെ ആചാരങ്ങൾ പോലും വ്യത്യാസമുണ്ട്. എങ്ങനെയുണ്ടായി? ഇതൊക്കെയാണ് കുലം എന്ന് പറയുന്നത്, ജാതിയല്ല. ഓരോരുത്തരുടെ കുലം പാരമ്പര്യം ഉണ്ടായിരുന്നു. ആ കുലപാരമ്പര്യം അനുസരിച്ച്, അതുകൊണ്ടാണ് കുലം മാറി പണ്ട് കല്യാണം കഴിക്കാനില്ലായിരുന്നു. ആരും എന്ത് ചെയ്തില്ല? കുലം മാറി കല്യാണം കഴിച്ചിരുന്നില്ല. എന്തുകൊണ്ടാ? ഒരേ പാരമ്പര്യവും ഒരേ ആചാരമുള്ളവർ തമ്മിലായിരുന്നു ചേർന്നിരുന്നത്. നോക്കൂ സജ്ജനങ്ങളെ, സമന്മാരോട് ബന്ധുത്വം നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇതൊരു പ്രമാണമാണ്. സമന്മാരോട് മാത്രമേ ബന്ധുത്വം സാധിക്കാവൂ. അതെന്തൊക്കെ കൊണ്ടാ? ബുദ്ധി, വൈഭവം, ധനം, ഈ മൂന്ന് കാര്യങ്ങളിലും സമന്മാരായിട്ട് തോന്നുന്നവരുടെ മാത്രമേ എന്ത് സാധിക്കാവൂ? ബന്ധുത്വം. ഇതിനേക്കാൾ മൂന്ന് കാര്യത്തിലും ഉയർന്നവരോട് കുറച്ച് ബഹുമാനം. ജാതിയെ കുറിച്ചല്ല, നിറത്തെ കുറിച്ചല്ല, വർണ്ണത്തെ കുറിച്ചല്ല പറയുന്നത്. പിന്നെന്താണ്? വൈഭവം, ബുദ്ധി, ധനം. ഈ മൂന്ന് കാര്യങ്ങളും ഉയർന്നവനോട് എന്ത് തോന്നണം? ബഹുമാനം. ഇത് താഴെ, ഈ മൂന്ന് കാര്യങ്ങളും തന്നേക്കാൾ താഴ്ന്നവനോട് എന്ത് തോന്നണം? കാരുണ്യം. മനസ്സിലായില്ലേ? ഇതാണ് വ്യവസ്ഥ. സമന്മാരോട് ബന്ധുത്വം സ്ഥാപിക്കൂ. നമ്മളെ പോലെ തന്നെ ചിന്തിക്കുകയും നമ്മളെ പോലെ തന്നെ പ്രവർത്തിക്കുകയും നമ്മുടെ ചിന്തയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരാളോട് മാത്രമേ എന്ത് സ്ഥാപിക്കാവൂ? ബന്ധു സ്ഥാപിക്കാവൂ. അതുപോലെ ഈ വിവാഹം കഴിക്കുമ്പോ ഇന്ന് കുട്ടികളൊക്കെ ഏറെ ചിന്തിച്ച് അവരുടെ ഫേസ്ബുക്ക് ഐ ഡി പരിശോധിച്ച്, ഇൻസ്റ്റഗ്രാം ഐ ഡി പരിശോധിച്ച്, അവരുടെ പോസ്റ്റൊക്കെ പരിശോധിച്ച്, അവരുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് എന്ത് കണ്ടുപിടിക്കുക? ഈ ആളിന്റെ സ്വഭാവം ഏകദേശം മനസ്സിലായി. അതുകൂടാതെ ഒന്നോ രണ്ടോ തവണ വിസിറ്റ് നടത്തി, ഒരു ചായയൊക്കെ കഴിച്ച് സംസാരിച്ച് 2-3 തവണ കഴിഞ്ഞിട്ടാണ് ഒരു പെൺകുട്ടി ആൺകുട്ടിയെയും ആൺകുട്ടി പെൺകുട്ടിയെയും തിരഞ്ഞെടുക്കുന്നത്. എന്തിനാണ്? ഇതാണ് അവരോട് തനിക്ക് ചേരാൻ കഴിയുന്ന ആളാണോ? ചില അമ്മമാരൊക്കെ പറയില്ലേ, എന്റെ മക്കള് വലിയ ധനാഢ്യന്റെ വീട്ടിലാണ് കല്യാണം കഴിച്ചിട്ടത്, ഞങ്ങൾക്കൊന്നും അത്രയും കയറി ചെല്ലാൻ പോലും പറ്റാത്ത വീടാണ്. വലിയ കാര്യമായിട്ടാ പറയാ. പക്ഷെ ആ കുട്ടി, ആ മകള് അവിടെ കിടന്ന് അനുഭവിക്കുന്ന ആർക്കറിയാവൂ? അവർക്ക് മാത്രമേ അറിയുള്ളൂ. കല്യാണം കഴിക്കുമ്പോൾ വലിയ സന്തോഷമായിരിക്കും. പക്ഷേ അവരുടെ എല്ലാ സമ്പ്രദായത്തിനും കൂടെ നിൽക്കാൻ നമുക്ക് പറ്റുമോ?
പറ്റില്ല. അപ്പൊ നമുക്ക് എന്ത് തോന്നും? ഒരു അപകർഷതാബോധമൊക്കെ തോന്നും. ആ അപകർഷതാബോധം അവസാനം നമുക്ക് ദുരിതമായി ഭവിക്കും. നമുക്ക് പൂർണ്ണവനോട് മാത്രം ബന്ധുത്വം എന്ന് പറയാം. ഇവിടെ ഇങ്ങനെ സുമേധസ് മഹർഷിയുടെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച് അധ്യായം സ്കന്ധം 5 അവസാനിച്ചിട്ട് 6-ാം സ്കന്ധത്തിൽ സമാരംഭിക്കുന്നു. ഇവിടെ ധൃതരാഷ്ട്രന്റെ വധം, തുടർന്ന് ഇന്ദ്രനുണ്ടാകുന്ന ശാപം, തുടർന്ന് ശ്രേഷ്ഠനായിട്ട് ഇന്ദ്രൻ ഇല്ലാതാകുകയും അവിടെ ഇന്ദ്രനായിട്ട് നഹുഷൻ വരികയും നഹുഷന് ശാപം കിട്ടുന്ന കഥയൊക്കെ പറയും. പണ്ട് ത്രിശിരസ് വിശ്വരൂപൻ എന്ന് 2 പേരുണ്ട്. അതിലേക്ക് 3 ശിരസുണ്ട്. ഒന്നിലൂടെ വേദം പഠിക്കും, മറ്റൊന്നിലൂടെ മദ്യം സേവിക്കും, മറ്റൊന്നിലൂടെ ഈ ലോകത്തേക്ക് കാണും. അങ്ങനെ 3 ശിരസ്, തിരുശിരസ്. ഈ ഭാഗവതരി കഥ ഒന്ന് മാറ്റി പറയും. ഇതിനകത്ത് ചെറിയ വ്യത്യാസമുണ്ട്. ഇദ്ദേഹം ഒരിക്കൽ തപസ് ചെയ്തു. ഇന്ദ്രൻ വിചാരിച്ചു തപസ് ചെയ്യുന്നത് തന്റെ ഇന്ദ്രപദവിക്ക് വേണ്ടിയിട്ടാണെന്ന്. ഇന്ദ്രൻ എന്ത് ചെയ്തു? ഇയാളെ കാമ്യത്തോടെ വധിച്ചു. ആ വധിച്ചവൻ 3 ശിരസല്ലേ താഴെ വീണത്. ആ 3 ശിരസ് താഴെ വീണപ്പോ ഈ ശിരസ് വീണ്ടും വീണ്ടും തിളങ്ങുന്നത് കണ്ടിട്ട് ഈ ശിരസ് ഒന്ന് വെട്ടിമാറ്റണമല്ലോ എന്ന് ഇന്ദ്രൻ വിചാരിക്കുമ്പോൾ ആ വഴിയിൽ ഒരാൾ വന്നു. അയാളോട് ചോദിച്ചു, നിനക്ക് ഈ ശിരസ് വെട്ടിമാറ്റാമോ? അയാൾ പറഞ്ഞു, എന്റെ കയ്യിലിരിക്കുന്ന ആയുധം കൊണ്ട് ഈ ബ്രഹ്മശിരസ് വെട്ടിമാറ്റാൻ സാധ്യമല്ല. നീ വെട്ടിമാറ്റിയാൽ തന്നെ എനിക്ക് എന്തുണ്ടാകും? മഹാപാപം ഉണ്ടാകും. ഞാൻ ഈ പാപമുള്ള പ്രവൃത്തി ചെയ്താൽ എനിക്കെന്തിനും ഫലം വേണ്ടേ? അദ്ദേഹത്തോട് ഇന്ദ്രൻ പറഞ്ഞു, ഇനി അങ്ങോട്ടുള്ള യാഗമൊക്കെ നടത്തുമ്പോ അതിന്റെ ശിരസ് ഭാഗം നിനക്ക് തന്നോളാം. അങ്ങനെ അദ്ദേഹം അതിനെ വെട്ടിമാറ്റി. 3 ശിരസിൽ നിന്നും 3 പ്രാണികൾ ഉണ്ടായി. ഒന്ന് ചടകം എന്ന ഒരു കിളി, ഒന്ന് വേഴാമ്പൽ എന്നൊരു കിളി, പിന്നെന്താണ്, ഒന്ന് വേദാമതി എന്ന കിളി. വേഴാമ്പൽ എന്നൊക്കെ അറിയില്ലേ? വേദം പറയുന്ന മുഖത്തിൽ നിന്നുണ്ടായതാണ് വേഴാമ്പൽ. പിന്നെയോ ഈ കരീരക്കിളി എന്നൊക്കെ നമ്മൾ പറയില്ലേ, ചിലച്ചുകൊണ്ടിരിക്കും. ആ കിളി മദ്യപാനം ചെയ്യുന്ന മുഖത്തു നിന്നുണ്ടായതാണ്. അതുകൊണ്ടാണ് എന്താ, ഒരു ബോധമില്ല കിളിക്ക്. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ചലച്ചുകൊണ്ടിരിക്കും. പിന്നെന്താ, ഷടകം എന്ന കിളി ദീർഘദൃഷ്ടിയുള്ളതാണ്. ആ മുഖം, അതായത് ഈ പ്രപഞ്ചത്തെ കണ്ട മുഖത്തിൽ നിന്നാണ് ആ കിളി ഉണ്ടായത്. എപ്പോഴും പ്രപഞ്ചത്തില് സന്തോഷത്തോടെ അതിങ്ങനെ നടക്കും. ഇങ്ങനെ 3 കിളികൾ ഉണ്ടായി. ഇത് 3ഉം മഹാപാപമാണ് എന്ന് പറയും. പക്ഷേ ഇയാൾ ഇന്ദ്രൻ അറിഞ്ഞില്ല ഈ മഹാപാപം തന്നെ ഒരിക്കലെങ്കിലും പിടിക്കുമെന്ന്. പെട്ടെന്ന് ഈ ത്രിശിരസിന്റെ അച്ഛനായ ത്വഷ്ടാവ് ഈ തന്റെ മകനെ ഇന്ദ്രൻ വധിച്ചു എന്നറിഞ്ഞിട്ട് ഇന്ദ്രശത്രു ജനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു യാഗം ആരംഭിച്ചു. ആ യാഗത്തിൽ നിന്നുണ്ടായ പേരാണ് ധൃതരാസുരൻ. ധൃതരാസുരന്റെ പൂർവ്വജന്മം ഭാഗവത്തിൽ പറയും ചിത്രകേതു എന്നായിരുന്നു. ചിത്രകേതുവിന് അനവധി ഭാര്യമാരുണ്ടായി, മക്കളുണ്ടായില്ല. പ്രഥമ ഭാര്യയിൽ പിൽക്കാലത്ത് ഒരു മകനുണ്ടായി. ആ മകനെ മറ്റുള്ള ഭാര്യമാർ ചേർന്ന് കൊന്നുകളഞ്ഞു. മകൻ മരിച്ചപ്പോൾ ദുഃഖിച്ചിരിക്കുന്ന അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് നാരദർ വന്നു. നാരദരോട് ഈ കുഞ്ഞിനെ ഒന്ന് ജീവിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു. മരിക്കാൻ ജീവിപ്പിക്കാൻ സാധ്യമല്ല, ജീവനെ വിളിച്ച് നിന്നോട് വേണം ഞാൻ സംസാരിപ്പിക്കാം. അങ്ങനെ മകന്റെ ജീവനെ വിളിച്ചു വരുത്തി നാരദര്. എന്നിട്ട് ഈ ചിത്രകേതനോട് ആ ജീവൻ സംസാരിക്കുന്നുണ്ട്. ജീവൻ എന്താ പറയുന്നത് അറിയുമോ? അച്ഛനൊന്നുമല്ല വിളിക്കുന്നത്, രാജാവേ എന്നാ. എന്താ വിളിക്കുന്നത്? രാജാവേ. എന്നിട്ട് ആ ജീവൻ പറയുന്നൊരു പരമമായ സത്യമുണ്ട്. ഏ രാജാവേ, എനിക്ക് എത്രയോ ജന്മം, എത്രയോ അച്ഛനമ്മമാരുണ്ടായിട്ടുണ്ട്. ഞാൻ എത്രയോ പേരുടെ മകനായും മകളായും ജനിച്ചിട്ടുണ്ട്. ഇതിലേത് ജന്മത്തിലെ അച്ഛനെ അമ്മയെ ഞാൻ ആശ്വസിപ്പിക്കേണ്ടത്? പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജഡരേശൻ. നമ്മൾ ചർച്ച ചെയ്തത് അടുത്ത ചതുർയുഗത്തിൽ, അടുത്ത മന്വന്തരത്തിൽ, 32-ാം ചതുർയുഗത്തിൽ, കലിയുഗത്തിൽ 5726 കഴിഞ്ഞ് 27 തുടങ്ങുന്ന വർഷത്തിൽ ഇതേ ദിവസം ഇതേ സമയം ഇതേപോലെ നമ്മളൊക്കെ ഇവിടെ നിന്ന് കഥ കേൾക്കും. എന്താ കാര്യം? പുനരഭി ജനനം, പുനരഭി മരണം, പുനരഭി ജനനി ജഡരേശൻ. ഇതൊരു ആവർത്തനമാണില്ല. അതുകൊണ്ട് നമ്മൊരു കാര്യം ചെയ്യൂ, ഞാൻ മരിച്ചതോട് ഇങ്ങനെ ദുഃഖിക്കാതെ നാരദന്റെ മഹർഷിയുടെ കയ്യിൽ നിന്ന് മന്ത്രം മേടിച്ച് സന്യസിച്ചുകൊള്ളാലോ. ഞാൻ അദ്ദേഹം നാരായണ മന്ത്രം മേടിച്ച് സന്യസിക്കുകയും ഒരിക്കൽ പാർവതി പരമേശ്വരന്മാരെ കാണാൻ പോവുകയും അവിടെ വെച്ച് പാർവതി അമ്മ അദ്ദേഹത്തെ ശപിക്കുകയും ചെയ്തു. ആ ശാപാർത്ഥമായി കൃഷ്ണാവിന്റെ യജ്ഞകുണ്ടത്തിൽ നിന്ന് വിക്രാസുരൻ എന്ന പേരോടുകൂടി രാക്ഷസനായി ജനിച്ചു. ആ വിക്രാസുരനോട് വിക്രൻ വളരെ ബുദ്ധിമാനായിരുന്നു. വിക്രൻ കാര്യം എന്താ? പൂർവ്വജന്മത്തിൽ ആരെ ലഭിച്ച് മരിച്ചതാ? നാരായണനെ ലഭിച്ച് മരിച്ചാണല്ലേ. അതുകൊണ്ട് വളരെ വലിയ ബുദ്ധിമാനായിരുന്നു അദ്ദേഹം. വളരെ ശ്രേഷ്ഠനായിരുന്നു, നല്ല ഭക്തനായിരുന്നു ചേട്ടാ. അതുകൊണ്ട് നല്ല ഭക്തനായിരുന്നു അദ്ദേഹം. തപസ് ചെയ്യാൻ പോയി.
തപസ്സിൽ സംപ്രീതനായി വരമൊക്കെ വാങ്ങി തിരിച്ചു വന്നു. ഇന്ദ്രനുമായിട്ട് യുദ്ധമുണ്ടായി. ഇന്ദ്രൻ പലായനം ചെയ്തു. ഇന്ദ്രൻ ഒരു തരത്തിലും ഇയാളെ വധിക്കാൻ സാധിക്കാതിരിക്കുമ്പോൾ അവസാനം ഇന്ദ്രൻ ചതിയോടുകൂടി ചിത്രാസുരനെ വധിച്ചു. വധിച്ചപ്പോൾ മഹാപാപം, ബ്രഹ്മഹത്യാപാപം ഇന്ദ്രനെ പിടികൂടി. ഇന്ദ്രൻ അതിനെയൊക്കെ വീണ്ടും ആവാഹിച്ച് ജലത്തിലും സമുദ്രത്തിലും പക്ഷികളിലും ഈ പ്രകൃതിയിലും സ്ത്രീകളിലും ഒക്കെയാക്കി. പക്ഷേ ആ മഹാഭാവം കൊണ്ട് ഇന്ദ്രന് ഇവിടെ ഇന്ദ്രപദവി നഷ്ടമായി. ഇന്ദ്രനില്ലാത്ത ഈ ദേവലോകം അസുരന്മാർ ആക്രമിക്കാൻ വരുമല്ലോ എന്ന് ആലോചിച്ചിട്ട് ഭൂമിയിൽ ഇന്ദ്രനാകാൻ യോഗ്യനായിട്ടുള്ള നകുഷനെ ഇന്ദ്രനാക്കി. നകുഷൻ നല്ല മനുഷ്യനായിരുന്നു കേട്ടോ. സൂര്യകുലത്തിൽപ്പെട്ടാണല്ലേ. അത് സത്യധനും ധർമ്മനിഷ്ഠനും അനവധി യാഗങ്ങളൊക്കെ നടത്തിയ ആളാണ്. അതുകൊണ്ടാണ് ഇന്ദ്രനാക്കിയത്. പക്ഷെ ഇന്ദ്രപദവിയിലേക്ക് കയറി ഇന്ദ്രന്റെ സ്വഭാവം മാറി. എന്തുപറ്റി? ആഗ്രഹങ്ങളൊക്കെ വർദ്ധിച്ചു. അങ്ങനല്ലേ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഒക്കെ അങ്ങോട്ട് കയറി ഇരുന്നതിന്റെ സ്വഭാവം മാറും. ഇറങ്ങത്തില്ല, പിടിച്ചെന്ന് തിരിക്കുകയും ചെയ്യും. ഇപ്പൊ വീണ്ടും വരും നമ്മുടെ അടുത്തേക്കൊക്കെ എല്ലാവരും. എന്താണ്? അയ്യോ മോളെ ചക്കരയെ പൊന്നെ കഴിഞ്ഞ 5 വർഷം മുമ്പ് കണ്ടതാ, എന്നെ കണ്ടിട്ടേ ഇല്ല. ഇനിയിപ്പോ എല്ലാവരും വരും, എന്തൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വരും. ഇങ്ങനെ കസേരയ്ക്കകത്തിരുന്ന സ്വഭാവം മാറിക്കളി. എന്തെന്നറിയില്ലത്. പണ്ട് വിക്രമാദിത്യ മഹാരാജാവിന്റെ കസേരയുടെ കഥ അറിയില്ലേ? അദ്ദേഹത്തിന്റെ സിംഹാസനം ശാലപഞ്ചികമാരുടെ കഥ കേട്ടില്ലേ നമ്മള്? വിക്രമാദിത്യ മഹാരാജാവിന്റെ സിംഹാസനത്തെ കുറിച്ച് പറയും. പണ്ടൊരിക്കൽ കുറച്ച് ഒരു രാജാവ് നായാട്ടിനെ പോയിട്ട് ഇങ്ങനെ വരുമ്പോ നല്ല വിശപ്പുണ്ട് അദ്ദേഹത്തിന്റെ സൈന്യത്തിന്. അപ്പൊ എന്തെങ്കിലും ഫലമൂലാദികൾ കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ നല്ല ഫലമൂലാദികളൊക്കെ വിളഞ്ഞു കിടക്കുന്ന ഒരു തോട്ടം, നല്ല സുന്ദരമായ തോട്ടം. അങ്ങോട്ട് കയറി 1-2 എണ്ണം പറിച്ചെടുക്കാൻ നോക്കിയപ്പോ കാവൽക്കാരൻ വന്നു ചോദിച്ചു, രാജാവേ, അങ്ങ് രാജാവായിട്ട് ആരോട് ചോദിക്കാതാണോ ഈ ഫലമൊക്കെ എടുക്കുക? ഞാനിത് എത്രയും കഷ്ടപ്പെട്ട് നോക്കിയിരിക്കുക, എന്റെ യജമാനം ഒന്ന് എന്നോട് ചോദിക്കല്ലേ ഇത് ആരാ എടുത്തത്, അങ്ങ് എന്തായി ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. തർക്കം പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, ശരിയല്ലേ, ചോദിക്കണമായിരുന്നല്ലോ. എടുക്കുമ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി മാറുന്നു. ഉടനെ ഈ ബാലൻ നേരെ അവൻ സ്ഥിരമായി ഇരിക്കുന്ന സ്ഥലത്തേക്ക് കയറിയത്, കുറച്ച് ഉയർച്ചയിൽ. അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോ ഈ ബാലൻ പറയാ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പുറത്തു നിൽക്കുന്നത്? നിങ്ങൾക്ക് വന്നൂടെ? ദാഹം മാറ്റാൻ ജലം ഇവിടെയുണ്ട്, കഴിക്കാൻ ഭക്ഷണമുണ്ട്, ഈ ഫലമൂലാദികളൊക്കെ പറിച്ചെടുത്ത് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട് രാജാവ് വലിയ സന്തോഷം. രാജാവ് പടയാളിൽ അങ്ങോട്ട് കയറാൻ പോയപ്പോ ഇയാൾ അവിടുന്ന് ഇറങ്ങി താഴെ ഇറങ്ങിയും പറയും, അതെന്തൊരു പണിയാ രാജാവെ കാണിക്കുന്നത്? എന്നോട് ചോദിച്ചിട്ട് വേണ്ടി ഇതൊക്കെ ചെയ്യാൻ. ഇങ്ങനെ ഇയാളുടെ സ്വഭാവ വ്യത്യാസം കണ്ടപ്പോൾ രാജാവിന് സംശയം. രാജാവോടൊക്കെ പരിശോധിച്ചു. അങ്ങനെ അയാൾ ഇരുന്ന സ്ഥലമൊക്കെ ധ്യാനം ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയതാണ് വിക്രമാദിത്യ മഹാരാജാവിന്റെ സിംഹാസനം. എന്താ കാര്യം? വിക്രമാദിത്യ മഹാരാജാവ് ധർമ്മനിഷ്ഠനായിരുന്നല്ലോ. അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ അറിയാതെ പോലും ആ സ്ഥലത്ത് നിൽക്കുമ്പോൾ പോലും ആർക്ക് എന്ത് ഗുണമുണ്ടാകുന്നു? ഈ ബാലന് പോലും വിക്രമാദിത്യന്റെ ധാർമ്മിക ബോധം ഉണ്ടായി. അവിടുന്ന് ഇറങ്ങപ്പോഴാണ് ഇയാൾ വെറും ബാലനായി മാറുന്നത്. ഇതേപോലെയാണ് വേണ്ടത്. താഴെ ഇരിക്കുന്ന ആള് സിംഹാസനത്തിലേക്ക് കയറിയിരുന്നാൽ ആ സിംഹാസനത്തിന്റെ മഹത്വം മനസ്സിലാക്കി അത് എവിടെ ഇരുന്നുകൊണ്ട് എന്താണ് താൻ ചെയ്യേണ്ടത് ബോധ്യപ്പെട്ടിട്ട് എന്ത് ചെയ്യണം? അതിന്റെ സ്വഭാവമാണ് കാണിക്കേണ്ടത്. പക്ഷെ ഇപ്പൊ എന്താ ചെയ്യാം? സിംഹാസനം പണ്ടേ ഇരുന്നിരുന്ന് മോശമായ സിംഹാസനം ആയതുകൊണ്ട് അവിടെ നല്ല ആൾക്കാർ കയറിയിരുന്നാലും എന്തായി മാറും? മോശക്കാരനായി മാറും. ഈ കള്ളന്മാരുടെ ഇടയിൽപ്പെട്ട സത്യവാന്റെ അവസ്ഥയാണ്. എങ്ങോട്ട് തിരിഞ്ഞാൽ കള്ളന്മാരുടെ മുഖം. പിന്നെ അവസാനം സത്യവാനും എന്തായി മാറും? താൻ നോക്കുന്നതൊക്കെ തന്റെ മുഖം കള്ളമാണെന്ന് തോന്നിപ്പോകും. അതാണ് അവസ്ഥ. അതുകൊണ്ട് നകുഷൻ വളരെ നല്ല ആളായിരുന്നു, ഒരു വിഷമമില്ലായിരുന്നു. അതുകൊണ്ടാണ് അയാൾ ഇന്ദ്രനായത്. പക്ഷെ എന്തു പറ്റി? ഇന്ദ്ര കസേരയിലേക്ക് കയറി ഇരുന്നപ്പോ സ്വഭാവമായി ആഗ്രഹങ്ങളൊക്കെ വർദ്ധിച്ചു. ഇന്ദ്രൻ വിചാരിച്ചാൽ നടക്കാത്ത എന്താ ആഗ്രഹമാണ്? എല്ലാം ഇന്ദ്രന്റെ താക്കിയില്ലല്ലേ? എല്ലാ ഗുണഭോഗങ്ങളും അനുഭവിച്ചു അയാൾ. പക്ഷെ അവസാനം ഇന്ദ്രപത്നിയെ കൂടി തനിക്ക് വേണം എന്ന് തീരുമാനിച്ചു. അവള് ഒരു ഇന്ദ്രപത്നി നല്ല പാതിവൃത്യമുള്ളവളാണ്, ഭഗവതി ഭക്തയാണ്. അവസാനം തർക്കം കൂടിക്കൂടി വന്നപ്പോ ഇന്ദ്രപത്നി തന്നെ നകുഷൻ സ്വീകരിക്കാതിരിക്കാൻ പല മാർഗങ്ങൾ ഉപയോഗിച്ചു. പക്ഷെ എത്ര കാലത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും? കാര്യം അയാൾ ഇന്ദ്രനാണല്ലോ. അതുകൊണ്ട് തന്നെ സാധ്യമല്ലെന്ന് മനസ്സിലാക്കി ഭഗവതി അമ്മ മഹാമായെ വ്രതത്തോടുകൂടി പ്രാർത്ഥിച്ചു. ഇന്ദ്രാണി, അവസാനം ഭഗവതി പ്രത്യക്ഷപ്പെട്ടു. നിനക്ക് നിന്റെ പാതിവൃത്യ ശുദ്ധി നിലനിർത്താനുള്ള എന്തെങ്കിലും ഒരു അവസ്ഥ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് അമ്മ അനുഗ്രഹിച്ചു. ഒരിക്കൽ ഇന്ദ്രാണിയെ സ്വീകരിക്കണമെന്ന് ഉറപ്പായി തീരുമാനിച്ചു നകുഷൻ. അതിനു വേണ്ടിയിട്ട് ഇന്ദ്രാണിയെ അടുത്തേക്ക് പറഞ്ഞു, നീ വളരെ വേഗം നീ എന്നെ സ്വീകരിക്കണം. അവസാനം ഇന്ദ്രാണി പറയുന്നുണ്ട് നകുഷനോട്, നകുഷൻ, അങ്ങേ സ്വീകരിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അങ്ങ് എന്നെ സ്വീകരിക്കാൻ വരുമ്പോ
വളരെ വിശേഷമായിട്ടുള്ള ഒരു വാഹനത്തിൽ വേണം വരാൻ. ഇവിടെ ഇപ്പൊ വിശേഷമായ വാഹനം എന്ന് പറഞ്ഞാല് ഐരാവതം മുതൽ മുകളിലേക്കും താഴേക്കുമുള്ള എല്ലാ വാഹനത്തെയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിശേഷമായ വാഹനമായി എനിക്ക് തോന്നുന്നത് എന്താന്ന് ചോദിച്ചാൽ, പല്ലക്ക് നല്ലതാണ്, പക്ഷേ അത് ഈ ഋഷിമാരെടുത്താൽ വിശേഷമാകും അല്ലേ? ഋഷിമാര് പല്ലക്കെടുത്താൽ വിശേഷമാകും എന്ന് പറഞ്ഞപ്പോ അയാൾക്ക് തോന്നി, മണ്ടൻ മനസ്സിലായില്ല, അപകടമാണെന്ന്. കാര്യം എന്താ? എന്ത് പ്രവൃത്തിയും നമ്മൾ ചെയ്യും ചില സമയത്ത് എന്തിന്റെ കിട്ടാൻ? നമ്മുടെ ആഗ്രഹം സാധിക്കാൻ അല്ലേ? എങ്ങനെയാണ് വേദവ്യാസ ഭഗവാൻ ഉണ്ടായത്? പരാശര മുനി മത്സ്യഗന്ധി ചേർന്നിട്ടാണ്. മത്സ്യഗന്ധി പല തടസ്സങ്ങളും പറയുന്നുണ്ട് പരാശര മുനിയോട്. തനിക്ക് നിന്നോട് ആഗ്രഹമുണ്ട്, ചേരണമെന്ന് പരാശരം പറയുമ്പോൾ മത്സ്യഗന്ധിയായിട്ടുള്ള ആ സഹോദരി പല തടസ്സങ്ങളും പറയുക. എന്താ പറയുന്നത്? എനിക്ക് മത്സ്യത്തിന്റെ ഗന്ധമാണ്, നമുക്ക് എന്നെ സ്വീകരിക്കാൻ പറ്റില്ല. പിന്നെന്താ? അങ്ങനെ സ്വീകരിച്ചാൽ എനിക്ക് സന്താനം ഉണ്ടാകും. അങ്ങനെ ഉണ്ടായാൽ നാട്ടുകാരൊക്കെ എന്ത് പറയും? ഞാൻ പിഴച്ചുപോയി എന്ന് പറയും. അതെനിക്ക് മാത്രമല്ല, എന്റെ കുടുംബത്തിനും മോശമാണ്. ഇനി അത് മാത്രവുമല്ല, പകൽ സമയത്ത് മൈഥുനം പാടില്ലാത്തതാണ്. പകൽ സമയത്ത് എന്ത് ചെയ്യരുത്? ഇത്തരം പ്രവൃത്തികളൊന്നും ചെയ്യരുത്. അതുമല്ല, ഇത്തരം പ്രവൃത്തികൾ ആരും കാണുക ചെയ്യേണ്ടതല്ല, രഹസ്യമായി ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് ഈ സമയത്ത് അങ്ങക്ക് എന്നോട് ചേരാൻ സാധ്യമല്ല. നോക്കൂ, പരാശരൻ തന്റെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടി ഇതിനെ എല്ലാം മറികടന്നു. എന്തു കൊടുത്തു? മത്സ്യഗന്ധത്തിന് പകരം കസ്തൂരി ഗന്ധം കൊടുത്തു. ആ സ്ഥലത്തൊരു ദ്വീപിനെ സൃഷ്ടിച്ചു. പകൽ പോലെ ഇരുന്നത് പെട്ടെന്ന് പുകമറന്നുകൊണ്ട് സന്ധ്യയായി മാറി. ബാദര എന്ന വൃക്ഷം മുളച്ചു വന്നു മറവിനായി. ഇനി കുട്ടിയുണ്ടായാൽ താൻ തന്നെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് സത്യവും ചെയ്തു. അതിനുശേഷമാണ് പരാശരൻ സത്യവതിയോട് ചേരുന്നത്. നോക്കൂ, തന്റെ ആഗ്രഹത്തിന് വേണ്ടി തന്റെ തപശക്തി ഉപയോഗിച്ച് തന്റെ ആഗ്രഹ സാധ്യത്തിന് എത്രയോ പ്രവർത്തികൾ ആര് ചെയ്തു? പരാശരൻ ചെയ്തു. ഇവിടെയും നകുഷനും ഇന്ദ്രനാണെങ്കിൽ പോലും തന്റെ ആഗ്രഹ സാധ്യത്തിന് വേണ്ടിയിട്ട് താൻ എല്ലാം മറക്കാൻ തയ്യാറാകുകയാണ് നകുഷൻ. ഈ ഋഷീശ്വരന്മാരോടൊക്കെ പറഞ്ഞു, എനിക്ക് ഇന്ദ്രാണിയെ സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇന്ദ്രാണി പറഞ്ഞത് ഒരു വിശേഷ ഒരു വാഹനത്തിൽ വേണം ചെല്ലാൻ. അവര് പറഞ്ഞു, ഈ ഋഷിമാരൊക്കെ എടുക്കുന്ന പല്ലക്ക് വളരെ വിശേഷമാണ്. അങ്ങനെ അഗസ്ത്യൻ മുതലായിട്ടുള്ള ഋഷിമാരെ കൊണ്ട് ഇയാൾ പല്ലക്കെടുപ്പിച്ചു. അഗസ്ത്യന് കുറച്ച് നീളക്കുറവാണ്, പക്ഷെ പുറകിലാണ് നിൽക്കുക. ഇവിടെ നടക്കുമ്പോൾ മറ്റുള്ളവരുടെ കൂട്ട് കാല് നീട്ടി വെച്ച് നടക്കാൻ ഇതിന് പറ്റുന്നില്ല. ഈ നകുഷന് വളരെ വേഗം ആഗ്രഹത്തിൽ ചെല്ലണം, ഇന്ദ്രാണി അടുത്തേക്ക് ചെല്ലണം ആഗ്രഹം വർദ്ധിച്ചു. ഉടനെ ചാട്ടവാരെടുത്ത് തൊട്ട് മുന്നിൽ നിൽക്കുന്ന നകുഷനോട് സർപ്പ സർപ്പ എന്ന് പറഞ്ഞിട്ട് ചാട്ടവാരെടുത്ത് അടിക്കാൻ തുടങ്ങി. സർപ്പ എന്ന് വെച്ചാൽ വേഗം വേഗം. എങ്ങനെ പോകണം? ഇങ്ങനെ പതുക്കെ പോകാതെ വേഗം പോകൂ വേഗം പോകൂ എന്ന് പറഞ്ഞ് തന്റെ ചാട്ടവാർ കൊണ്ട് അഗസ്ത്യനെ അടിച്ചു. കുറെ അടിയൊക്കെ മേടിച്ചു. അതിനുശേഷം അഗസ്ത്യൻ പതുക്കെ പല്ലൊക്കെ താഴെ വെച്ചിട്ട് പറഞ്ഞു, എടാ, ആഗ്രഹം വർദ്ധിച്ച് ധർമ്മം മറന്നുപോയിട്ട് നീ ആദ്യം എന്ത് ചെയ്തു? ഞങ്ങളെ കൊണ്ട് പല്ലക്കെടുപ്പിച്ചു. എടുപ്പിച്ചത് മാത്രമല്ല, ഇപ്പോ ചാട്ടവാർ കൊണ്ട് ദംശിക്കുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിന്നെ ഞാൻ ശപിക്കുന്നു. സർപ്പ സർപ്പ എന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് നീ ഒരു പെരുമ്പാമ്പായി പോകട്ടെ എന്ന് ശപിച്ചു. നകുഷൻ നിമിഷ നേരം കൊണ്ട് എന്തായി മാറിപ്പോയി? പെരുമ്പാമ്പായി നിലത്ത് വീണു. ആരായിരുന്നു? രാജാവായിരുന്നു. പക്ഷേ രാജാവ് അല്ലല്ലോ, ഇന്ദ്രനായിരുന്നു. ഇന്ദ്രനായ ആള് നിമിഷം കൊണ്ട് അത് പറ്റി നിലത്ത് വീണു. നമ്മളും ഓർത്തോണം, 2-4 ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാനാണ്. നിമിഷം കൊണ്ട് മാറി മറിയില്ല. നല്ല ധനാഢ്യൻ ഭിക്ഷക്കാരനാകും, ഭിക്ഷക്കാരൻ ധനാഢ്യനാകും, ധനാഢ്യനും ഭിക്ഷക്കാരനും ആയാൽ പോലും മനസ്സമാധാനം ഉണ്ടാകണം നിർബന്ധമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നിവിടെ പറയുന്നു. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷൂപജായതേ സംഗാ സംജായതേ കാമ കാമ ക്രോധോ വിജായതേ ക്രോധോ ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമ ബുദ്ധിഭ്രംശ ബുദ്ധിനാശോ ബുദ്ധിനാശ പ്രണശ്യതി. 10 കെട്ടുകിൽ 100 മതിയെന്നും ശതമാകിൽ സഹസ്രം മതിയെന്നും 1000 പണം കയ്യിലുണ്ടാകുമ്പോൾ അയുഗമാകിലും ആശ്ചര്യമെന്നതും ആശയാകുന്ന ആശം. ഔദുംബരത്തിൽ
മസകത്തിന് തോന്നും ഇതിൽ മീതേ കഥാപി സുഖമില്ലെന്ന് തൽപ്പരിച്ചു ചെയ്തോ വിമോഹിനി മയക്കായ മായ തവ. ഇതൊക്കെ ഒരേ സാധനമാണ്. എന്താണ്? ധ്യായതോ വിഷയാൻ പുംസ. എങ്ങനെയാണ് നാശം ഉണ്ടാകുന്നത്? സുതപ്രജ്ഞ ഭാഷ സമാധിസ്ഥ കേശവായെന്ന് ഭഗവാനുള്ള ചോദ്യത്തിന് മറുപടി ഭഗവാൻ പറഞ്ഞപ്പോൾ വീണ്ടും അർജുനൻ ചോദിച്ചു, ഭഗവാനെ, ഈ സിദ്ധപ്രജ്ഞന്മാരൊക്കെ നശിച്ചു പോയിട്ടുണ്ടല്ലോ, പതിച്ചു പോയിട്ടുണ്ടല്ലോ, എന്താണ് ഇതിനൊക്കെ കാരണം എന്ന് ചോദിച്ചപ്പോ ഭഗവാൻ മറുപടി പറഞ്ഞു കൊടുത്തു, ധ്യായതോ വിഷയാൻ പുംസ. എന്താ സജ്ജനങ്ങളെ ദുഃഖത്തിന് കാരണം? എന്താ ദുഃഖത്തിന് കാരണം? ആഗ്രഹം. ഇതെനിക്കും അറിയാം, നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഇതുവരെ ദുഃഖം മാറിയിട്ടില്ല. കാര്യം എന്താ? ആഗ്രഹം തീർന്നിട്ടില്ല. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളാണ് അല്ലേ? ഞാനിപ്പോൾ ആചാരനായി. ഇപ്പോൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ 9-ാം തീയതി ഉച്ചയ്ക്ക് തന്നെ ഇവിടുന്ന് ഡൽഹിക്ക് പോകണം. പിറ്റേ ദിവസം പ്രോഗ്രാം അവിടെ തുടങ്ങും. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ എൻ്റെ ആഗ്രഹം എന്താണ്? ഇത്രയൊന്നും പോരാ, കുറച്ചുകൂടൊക്കെ യാത്ര ചെയ്യണം. ഇതാണ് എൻ്റെ ആഗ്രഹം. എന്താണ്? ഒരു അധ്യാപകനായി കയറിയാൽ ആ അധ്യാപകന്റെ ആഗ്രഹം കുറഞ്ഞത് എച്ചമായിട്ടെങ്കിലും റിട്ടയർഡ് ചെയ്യണം. പോലീസുകാരനായി കയറുന്നവർക്ക് കുറഞ്ഞത് DYSP എങ്കിലും ആകണം. പട്ടാളക്കാരനായി കയറുന്നവർക്ക് കുറഞ്ഞത് ഒരു നേതറെങ്കിലും ആകണം. ഇനി എന്താ? ഇന്ദ്രന് ശക്കരനാകണം, ശക്കരന് ബ്രഹ്മനാകണം, ബ്രഹ്മന് വിഷ്ണുവാകണം, വിഷ്ണുവിന് ശക്തിയാകണം. ഇങ്ങനെ പല പല ആഗ്രഹങ്ങളെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? നിരന്തരം ദുഃഖിക്കുകയാണ്. കിട്ടിയില്ലെങ്കിൽ ദുഃഖം, കിട്ടിയാൽ അല്പസമയത്തേക്ക് മാത്രം സുഖം. ഈ ആഗ്രഹങ്ങൾ നിങ്ങൾ നോക്കൂ. ഈ ആഗ്രഹങ്ങള് കിട്ടിയപ്പോൾ പൂർണ്ണമായ സുഖം ലഭിച്ചോ? പിന്നെന്താ പറ്റും? അടുത്ത ആഗ്രഹം വരുന്നില്ലേ? കടൽ തിരമാല പോലെ വരുന്നത്. പൂർണ്ണമാകുന്നതിന് മുമ്പ് അടുത്ത് വരും. നിങ്ങൾ നോക്കൂ, എങ്ങനെയാണ് ആഗ്രഹത്തെ ഇല്ലാതാക്കേണ്ടത്? എനിക്ക് ഞങ്ങളിതിനിടയ്ക്ക് ഗുജറാത്തിലായിരുന്നു പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ട് ഞാനും മക്കളും എല്ലാം കൂടി പുറത്ത് ഔട്ടിങ്ങിന് പോയി. കൊല്ലം ബീച്ചിൽ പോയി. അവിടെ ചെന്നിട്ട് ആ തിര കണ്ടപ്പോൾ എനിക്ക് തോന്നി വളരെ വലിയൊരു തത്വം ആ തിരയെന്ന് മനസ്സിലായി. എന്താണെന്ന് വെച്ചാല് ഒരു വലിയ തിര, ഞാനത് മോനോട് പറയുന്നത്, വലിയൊരു തിര ഈ കരയിലേക്ക് ഇരച്ചു വരികയാണ്. ആ തിര ഇരച്ചിങ്ങനെ ഉയർന്നു വന്ന് ഭൂമിയിലേക്ക് പതിച്ച് മുകളിലേക്ക് കയറാൻ പോകുമ്പോൾ അതിനെ തടയുന്നത് നേരത്തെ വന്ന് മുകളിലേക്ക് ചെന്നിട്ട് തിരിച്ചു വരുന്ന വെള്ളമാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലേ? അപ്പോ എന്തുകൊണ്ട് തടയാനേ സാധിക്കൂ? ഈ ആഗ്രഹത്തെ ആഗ്രഹം കൊണ്ട് തന്നെ ഇല്ലാതാക്കാനേ സാധിക്കും. അതല്ലാതെ മാർഗമല്ല. ആഗ്രഹത്തെ, ആവശ്യമില്ലാത്ത ആഗ്രഹം തോന്നരുത് എന്ന ആഗ്രഹം കൊണ്ട് അതിനെ നശിപ്പിക്കാനേ സാധിക്കൂ. തിര പോലെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആഗ്രഹം. നമ്മുടെ വീട്ടിൽ നമ്മൾ ഇന്ന് മേടിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എന്തെങ്കിലും ഉപയോഗമുള്ളതായി തോന്നിയിട്ടുണ്ടോ? പലതും അല്ലേ? സാരി കളറൊക്കെ കണ്ട് ഇവിടുന്ന് മേടിച്ചതാ, ഓൺലൈനിൽ നിന്ന് മേടിച്ചു. ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഉടുക്കാൻ പോലും കൊള്ളത്തില്ല. വെള്ളത്തിലിട്ടില്ല, അങ്ങനെ അലിഞ്ഞു പോകുന്ന സാധനം. എന്തൊക്കെ പറ്റിക്കാണ് അതൊക്കെ. എന്നാലും നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും വാങ്ങിക്കും. ആഗ്രഹത്തെ കുറിച്ച് എന്താ പറയാ? നാവിനെ കുറിച്ച് പറയും രുചി അല്ലേ? രുചി എന്താണ്? ഈ ഒരു മത്സ്യം കൂട്ടമായി നിൽക്കുന്നതിനിടയ്ക്ക് ഒരു ഇര കൊരുത്ത് താഴേക്ക് ഇട്ട് കൊടുത്താൽ ഒരെണ്ണം അത് കയറി പിടിക്കും. അതിനെ ആ ഇര കൊടുത്ത ആള് മുകളിലേക്ക് വലിച്ചു കൊണ്ടുപോയി. ഇത് കണ്ടാലും അടുത്തിര വന്നാൽ വീണ്ടും എന്ത് ചെയ്യും? ആ നിൽക്കുന്ന മത്സ്യം വീണ്ടും പിടിക്കും. ആട് തേക്കും മാഞ്ചിയൊക്കെ എത്രയോ വന്നാലും നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വീണ്ടും അപകടത്തിൽ കൂടെ പെടുന്നുണ്ടോ? കിട്ടും 10 കിട്ടും 100 കിട്ടും എന്ന് വിചാരിച്ച് വീണ്ടും എന്ത് ചെയ്യാം? അപകടത്തിൽ പെട്ടുകൊണ്ടേയിരിക്കുക. എന്നിട്ട് നമ്മൾ അവസാനം ഇതിനെല്ലാം കൂടെ ഒരു മാർഗമൊക്കെ കണ്ടുവെക്കും. അതും നടക്കത്തില്ല. അവസാനം എന്ത് ചെയ്യേണ്ടി വരും? ഒന്നെങ്കിൽ കയറെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിന് പോകേണ്ടി വരും, അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കേണ്ടി വരും. അതുകൊണ്ട് എന്ത് ചെയ്യാം? ആഗ്രഹം കുറയ്ക്കണം. അവനവന് ആവശ്യമുള്ള ആഗ്രഹങ്ങൾ മാത്രം തോന്നണം. ജനിക്കുമ്പോ അമ്മയുടെ ഗർഭാശയം AC റൂം പോലെയാണ് നമ്മൾ പറയാറില്ലേ? എന്താണ്? എല്ലാ പരിപാടിയും ഉണ്ട് അവിടെ. കൃത്യമായ ഓക്സിജൻ കിട്ടും, കൃത്യമായ ആഹാരം കിട്ടും, കൃത്യമായ ചൂട്, ഇതൊക്കെ നിയന്ത്രിക്കും അമ്മ. പിന്നെ ആകെ ഒരു പ്രശ്നം വളഞ്ഞ ചൂടൊക്കെ കിടക്കണമെന്നേ ഉള്ളൂ. അതൊക്കെ എല്ലാം കൃത്യമായി കിട്ടും. അകത്തെല്ലാം കിട്ടി. 9 മാസം ചില്ലറ ദിവസം കഴിഞ്ഞാൽ പുറത്തേക്ക് വന്നപ്പോൾ അകത്ത് കിട്ടിയ സുഖമൊന്നുമില്ല. എന്ത് ചെയ്തു? ഒറ്റ കരച്ചിലാണ്. പൂവാ എങ്ങനെ കരുതുന്നത്? എവിടെ എന്നാ ചോദ്യം. എന്തെവിടെ? അകത്ത് കിട്ടിയ സുഖമൊക്കെ കാണുന്നില്ല. വലിയ ചൂട്, ഇതുവരെ കാണാത്ത കുറെ ആൾക്കാര് കത്തിയൊക്കെ ആയിട്ട് നിൽക്കുന്നു, കുറെ ആൾക്കാർ ഇഞ്ചക്ഷൻ ചെയ്യാൻ നിൽക്കുന്നു, കുറെ ആൾക്കാർ അങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ നിൽക്കുന്നു. ഒരാളെയും പരിചയമില്ല. ഇത് ആരോടായി നിൽക്കുന്നതൊക്കെ ചോദിച്ചിട്ട് ഒറ്റ കരച്ചിലാണ്. അപ്പൊ അമ്മയ്ക്ക് എന്ത് മനസ്സിലായി? കുഞ്ഞിന് വിശക്കുന്നു മനസ്സിലായി. അമ്മ കുട്ടിക്ക് മുലപ്പാൽ കൊടുത്തു. വയറ് നിന്നപ്പോ
ഉറങ്ങി. അന്ന് പഠിച്ചതാണ് വിഷമം വന്നാൽ കരയാൻ. ഇപ്പോഴും ഒറ്റ കരച്ചില്ല. പുറത്തേക്ക് വന്നപ്പോൾ ആദ്യം കണ്ടത് കരച്ചിലല്ലേ, അതുകൊണ്ട് പിന്നെ ഒരു ആശ്വാസം. അന്ന് ആദ്യം കണ്ടത് അമ്മയുടെ മുഖമായതുകൊണ്ട് ഇപ്പോഴും അമ്മയെ കാണുമ്പോൾ ഒരാശ്വാസം, ഒരു സമാധാനം അല്ലേ. നോക്കൂ, ഇനി അങ്ങോട്ട് ചിന്തിച്ചാൽ അന്നപ്രാശം തുടങ്ങിയാൽ മുതൽ നല്ല ആഹാരം കഴിക്കണം, നല്ല കളിപ്പാട്ടം വേണം, പഠിക്കാൻ പോയ സൈക്കിൾ വേണം, മൊബൈൽ വേണം, ലാപ്ടോപ്പ് വേണം, ടാബ് വേണം, ഇങ്ങനെ ആഗ്രഹം കരഞ്ഞ് അച്ഛനും അമ്മയൊക്കെ മേടിച്ചു തന്നപ്പോൾ സന്തോഷം തീർന്നു ഇല്ല. വീണ്ടും എന്താ ആഗ്രഹം മുമ്പോട്ട് പോവുക. അവസാനം ഡിഗ്രി ഒക്കെ പഠിച്ച് വീട്ടിൽ വന്നപ്പോഴാണ് മനസ്സിലായത് 4 ഡിഗ്രിക്കാരാ, ഡിഗ്രി ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല, ഇനിയും പഠിക്കണം. വീണ്ടും പഠിക്കാൻ പോയിട്ട് വീട്ടിൽ നിന്നപ്പോഴാണ് മനസ്സിലാവുന്നത് എന്നേക്കാൾ തോറ്റ് പഠിച്ചവന് ജോലി കിട്ടി, എനിക്ക് ജോലി കിട്ടിയില്ല. പിന്നെന്ത് ചെയ്തു? PSC എഴുതി, ഭഗവതി അമ്മ അനുഗ്രഹിച്ചു, നല്ല ജോലി കിട്ടി, കറങ്ങുന്ന കസേരയിൽ AC നിന്നപ്പോൾ സന്തോഷം. അപ്പോഴാണ് വീട്ടിൽ വന്നപ്പോൾ നിൽക്കുന്ന ഒരാള് എന്താണ്, കല്യാണം കഴിക്കണം. അപ്പോഴാണ് ജാതകം നോക്കുമ്പോൾ 8 ചൊവ്വ 7 പാവൻ 4 ശനിയുണ്ട്, കുഞ്ഞു കല്യാണം നടക്കത്തില്ല, എവിടെങ്കിലും പോയി സ്വയംവരാസനയോ അല്ലെങ്കിൽ ഒരു പാർവതി ഭരണയത്തിലൊക്കെ പങ്കെടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആയപ്പോൾ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി കെട്ടി, സൽസ്വഭയായ ഒരു കുട്ടി, വളരെ സന്തോഷം. പിന്നെ അടുത്ത പരിപാടി എന്താ? നമുക്കല്ല വിഷമം, നാട്ടുകാർക്കാ. ഒരു 6 മാസം കഴിഞ്ഞ് ചോദിക്കും, വിശേഷമൊന്നും ആയില്ലേ? അയ്യോ ഇതുവരെ ഒന്നും ആയില്ലയോ? ഇങ്ങനെയൊക്കെ ചോദിക്കുന്നവരെ കണ്ടാൽ നല്ല ചീത്ത പറഞ്ഞേക്കണം. സൗകര്യമില്ല, നിങ്ങൾക്ക് ബന്ധമാണ്, ഞങ്ങളുടെ സൗകര്യത്തിൽ ചെയ്തോളാന്ന് പറയണം. ചില അമ്മമാരൊക്കെ വന്ന് വീട്ടിലൊക്കെ വന്ന് ചായപ്പൊടി ഉണ്ടോ മോളെ, പാലുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇടയ്ക്ക് ചോദിക്കും, നല്ല വിശേഷമുണ്ടോ മരുമോക്ക്? വിശേഷം ഉണ്ടാക്കി ഇവർക്കല്ല എത്ര ബുദ്ധിമുട്ട്. അവർ ഭാര്യയും ഭർത്താവോടൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവരാണോ ആലോചിക്കുന്നത്? ഇങ്ങനെ നമ്മളെക്കാട്ടും നമ്മളെ കാര്യം ആലോചിക്കുന്ന ചില ആൾക്കാരുണ്ട്. നമ്മളെക്കാട്ടും എന്തൊരു ശ്രദ്ധയാണെന്നറിയോ നമ്മുടെ കാര്യത്തിൽ? ഭയങ്കര ശ്രദ്ധയാണ് നമ്മുടെ കാര്യത്തിൽ. സാരി എവിടുന്ന് മേടിച്ചതാടി, ഇന്നലെ ഞാൻ നോക്കി നീ പോകുന്നുണ്ടോ, എനിക്കൂടെ ഒരെണ്ണം വാങ്ങിക്കണം. എന്തൊരു ശ്രദ്ധയ, എവിടെ വെച്ച് കണ്ടപ്പോ ഞാനൊന്ന് കണ്ടു നീ എടുക്കൊണ്ട് വരുന്നത്. നമ്മുടെ തലയില് ഒരു മുടിനാര് മുതല് താഴെയുള്ള നഖം വരെ അവർക്ക് ശ്രദ്ധയാ, കൃത്യമായി ശ്രദ്ധയാ. എങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കുന്ന അറിയത്തില്ല, ദൂരെ നിന്നാൽ പോലും കണ്ടുപിടിക്കും. ക്യാമറയെക്കാട്ടി വിശേഷമാണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ ദോഷൈകതൃക്കാര ആൾക്കാരെ അടുപ്പിക്കുക പോലും ചെയ്യരുത്. അവരെന്ത് ചെയ്യണം? ശത്രുവിനേക്കാൾ ദൂരെ നിർത്തിയേക്കണം. ഒന്നമ്മയെ ഇങ്ങോട്ട് വരല്ലേ, ഓടിക്കോളം പറയണം, ഓടിച്ചു പറഞ്ഞേക്കണം. മനസ്സിലായില്ലേ? ദോഷൈകതൃക്കളാണ് ഇവരെല്ലാവരും. അതുകൊണ്ട് ആഗ്രഹം വർദ്ധിച്ച് അവസാനം കിട്ടാത്ത പങ്കുണ്ടായി, ദുഃഖമുണ്ടായി. പക്ഷെ ആഗ്രഹം വേണ്ട എന്ന് നമ്മൾ പറഞ്ഞില്ല. എന്ത് വേണം? ആഗ്രഹം ആവശ്യമാണ്. നേരത്തെ 1-ാം ദിവസം നമ്മൾ പറഞ്ഞു, അത്യാഗ്രഹം പാടില്ല, ദുരാഗ്രഹം പാടില്ല. ആവശ്യത്തിന് വേണ്ടിയും അത്യാവശ്യത്തിന് വേണ്ടി എന്ത് ചെയ്യാം? ആഗ്രഹം ആവാം എന്ന് പറഞ്ഞു അല്ലേ? ഇങ്ങനെ നകുഷൻ എന്തായി മാറി? പെരുപ്പാമ്പായി പോയി. എന്തുകൊണ്ട്? അനാവശ്യമായ ആഗ്രഹങ്ങളുള്ളത്. ഇനി നോക്കാം, 6-ാം സ്കന്ധത്തില് യുഗധർമ്മങ്ങൾ പറയും. എത്രയാ യുഗം? 4. ഏതൊക്കെ? 1-ാമത്തത് ഹൃദയുഗം, 2-ാമത്തത് ത്രേത, 3-ാമത്തത് ദ്വാപരം, 4-ാമത്തത് കലി. ഇന്നലെ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞു. ഈ ധർമ്മങ്ങളാണ് പറയാ. യുഗധർമ്മങ്ങൾ എന്തൊക്കെയാണ്? സത്യയുഗത്തിൽ പൂർണ്ണാവതാരം ഒന്നും ഉണ്ടായില്ല. എത്ര പൂർണ്ണാവതാരമേ ഉള്ളൂ നമുക്ക്? 2. ഏതൊക്കെയാണ്? കൃഷ്ണനും രാമനും. കൃഷ്ണന്റെ കഥ പറയുന്ന ഗ്രന്ഥം ഏതാ? മഹാഭാരതം അല്ലേ? രാമന്റെ കഥ പറയുന്ന ഗ്രന്ഥം രാമായണം. ഒന്ന് ഇതിഹാസമാണ്, മറ്റൊന്ന് പുരാണമാണ്. 2 ഇതിഹാസങ്ങൾ നമുക്കുണ്ട്. ഏതൊക്കെയാണ്? രാമായണവും മഹാഭാരതവും, 18 പുരാണവും ഉണ്ട്. അപ്പൊ 2 പൂർണ്ണാവതാരങ്ങൾ. ഹൃദയുഗത്തിൽ, അതായത് സത്യയുഗത്തിൽ ഒരു പൂർണ്ണാവതാരം ഉണ്ടായില്ല. എന്തുകൊണ്ടാ? അന്ന് ധർമ്മത്തിന് ഉറച്ച ധർമ്മം, 4 പാദവും ഉറപ്പിച്ചു നിൽക്കുന്ന ധർമ്മം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്തുണ്ടായില്ല? ഒരിക്കലും അവതാരത്തിന്റെ ആവശ്യമില്ല. എന്തിനാ അവതാരം? ധർമ്മ സംസ്ഥാപനാർത്ഥം സംഭവാമി യുഗേ യുഗേ. ഓരോ യുഗത്തിൽ ധർമ്മത്തെ രക്ഷിക്കാൻ ഭഗവാൻ അവതരിച്ചുള്ളൂ. ഹൃദയുഗത്തിൽ, സത്യയുഗത്തിൽ, ആദ്യത്തെ യുഗത്തിൽ ഒരു അവതാരവും പൂർണ്ണാവതാരം ഉണ്ടായില്ല. എന്തുകൊണ്ടാണ്? ധർമ്മത്തിന് ജ്ഞാനിയൊന്നുമില്ലാത്തത് കൊണ്ട് ഉണ്ടായില്ല. അടുത്ത യുഗം, ത്രേതായുഗം എന്ന പാരുണ്ടായി, രാമൻ ഉണ്ടായി. രാമൻ എന്താ ചെയ്തത്? രാമൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാമൻ പുറത്തുനിന്ന് ഉപദേശമൊന്നും കൊടുത്തിട്ടില്ല. ആകെ ഉപദേശം തന്റെ അനുജനെ ലക്ഷ്മണനെയാണ് അല്ലേ? രാമൻ ഉപദേശം സ്വീകരിക്കുകയായിരുന്നു ചെയ്യുന്നത്. തന്റെ ഗുരുനാഥനിൽ നിന്നൊക്കെ വലിയൊരു ഉപദേശം രാമൻ സ്വീകരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? സ്വധർമ്മത്തെ തന്റെ ജീവിതത്തിലൂടെ തട്ടിക്കൊടുക്കാൻ വന്ന ആളാണ് ആര്? രാമൻ. ഏത് യുഗത്തിൽ?
ത്രേതായുഗത്തിൽ. ആ സമയത്ത് ധർമ്മത്തിന്റെ ഒരു പാദം നശിച്ചുപോയി. അതുകൊണ്ട് രാമൻ സ്വന്തം ജീവിതത്തിൽ ത്രേതായുഗത്തിന്റെ അവന്ത്യത്തിലാണ്, അവസാനത്തിലാണ് ആര് വന്നത്? രാമൻ വന്നത്. ഇനിയോ ദ്വാപരത്തിലേക്ക് കിടക്കുമ്പോൾ ധർമ്മത്തിന്റെ 2 പാദവും കൂടി നഷ്ടപ്പെട്ടപ്പോ ആരായി ജനിച്ചു? കൃഷ്ണനായി ജനിച്ചു ഭഗവാൻ. എവിടെ? ദ്വാപരയുഗത്തിന്റെ അന്ത്യത്തിൽ 126 വർഷം മുമ്പ് ജനിച്ചു. 126 വർഷവും 125 2 വർഷമുണ്ട്. എന്തായാലും അത്രയും പേർ ജീവിച്ചു. തുടർന്ന് കലിയുഗം ആരംഭിക്കുന്നത്. ഭഗവാൻ ധർമ്മം പറഞ്ഞത് 2 രീതിയിലാണ്. ഒന്ന് പ്രധാനമായും കുരുക്ഷേത്ര യുദ്ധത്തിന്റെ മധ്യത്തിൽ. ഏതാണ് ഗ്രന്ഥം? 700 ശ്ലോകമുള്ളത്. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഭഗവത്ഗീത അല്ലേ? മധ്യേ മഹാഭാരതം, അദ്വൈതാമൃതവർഷിണീം ഭഗവതി അഷ്ടാദശാധ്യായിനി അമ്പത്വാം അനുസന്ദതാമി ഭഗവത്ഗീതേ ഭഗവദ്വേഷിണി. അമ്മയെ പോലെ കാണേണ്ടതും 18 അധ്യായമുള്ളതും മഹാഭാരതത്തിന്റെ മധ്യത്തിൽ കാണുന്നതുമായ ഈ ഭഗവത്ഗീതയെ ഞാൻ നമസ്കരിക്കുന്നുവെന്ന് ധ്യാന ശ്ലോകത്തിൽ പറയുന്ന ആ ഭഗവത്ഗീത എവിടെ വെച്ച് പറഞ്ഞു? യുദ്ധക്കളത്തിൽ. എന്താ കാര്യം? വരാൻ പോകുന്ന കലിയുഗം യുദ്ധ സമാനമാണ്. അതുകൊണ്ട് ധർമ്മങ്ങളൊക്കെ എവിടെ വെച്ചാ പറഞ്ഞത്? ഇനി അർജുനെ മുൻനിർത്തിയാ പറഞ്ഞതില്ലേ, വരാൻ പോകുന്നതൊക്കെ അർജുനെ പോലുള്ളവരായിരിക്കും. എന്താ കാര്യം? ഡംബ്, മതം, മാത്സര്യം, അഹങ്കാരമൊക്കെ മുന്നിൽ നിൽക്കുന്ന ജനങ്ങൾ ഉണ്ടാകും കലിയുഗത്തിൽ. ഇതൊക്കെ ഞാൻ പറയുന്നത് മാത്രമേ നല്ലതുള്ളൂ, വേറെ ആരും പറയുന്നത് ഞാൻ അനുസരിക്കില്ല. മതമൊക്കെ ഡംബിനായി വരും. മതം എന്ന് വാക്കിനർത്ഥം അഭിപ്രായം. ഇതാണ് വളരെ ഗംഭീരമായി പറഞ്ഞിട്ടുണ്ട് മതത്തെ കുറിച്ച്. അഭിപ്രായം എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത്. വാക്കിന്റെ അർത്ഥം നിന്റെ അഭിപ്രായം ഏതായാലും എന്റെ അഭിപ്രായം ഏതായാലും ആര് നന്നായാൽ മതി? മനുഷ്യൻ നന്നായാൽ മതി. മതം എന്ന വാക്കിനർത്ഥം അഭിപ്രായം എന്നാണ്. മതമെല്ലാം ഡെങ്കിനായി വരും. ഇത് കലിയുഗത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് അതേ അർജുനെയാണ് അവിടെ കാണിച്ചത്. അർജുനൻ കയറി വരുമ്പോ നിങ്ങൾ രണ്ടാമത്തെ പ്രഥമ അധ്യായം വായിക്കും അറിയാം. യാവതേതാൻ നിരീക്ഷേകം യോദ്ധുകാമാനവസ്ഥിതാൻ കൈമയ സഹ യോദ്ധ്യമസ്മിൻ രണസമുദ്യമേ. ഭഗവാനുള്ള ചോദ്യമാണ്. ഭഗവാനെ, ആരൊക്കെയാണ് എന്നോട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ഭഗവാൻ എവിടെയുണ്ട്? മുന്നിലുണ്ട്. ഭഗവാൻ ഇരിക്കുമ്പോഴും ഞാനെന്ന ഭാവത്തോടുകൂടി യുദ്ധത്തിൽ എനിക്ക് വളരെ വേഗം വിജയിക്കാൻ സാധിക്കും. ഞാൻ ആരാണ്? വില്ലാളി വീരനാണ് എന്ന ആ വ്യക്തിത്വ ബോധത്തോടുകൂടി അർജുനൻ കടന്നു വരുമ്പോ എന്ത് ചെയ്യണം? സ്ഥാപകത്വാരഥോത്തമം. 2 സേനയുടെ നടുക്ക് എന്റെ രഥം ഒന്ന് എത്തിക്കോളൂ ഭഗവാനെ. ഭഗവാൻ ശ്രദ്ധിച്ചൊന്നുമില്ല. ഭഗവാൻ എന്ത് ചെയ്തു? 2 രഥത്തിന്റെ 2 സേനയുടെ നടുക്ക് കൊണ്ടുവന്ന് രഥം നടത്തി. ഇപ്പോഴാണ് കാണുക ഭീഷ്മദ്രോണ പ്രമുഖത സർവേഷാന്റെ മഹീഷിത. ഭീഷ്മരെ, ദ്രോണരെ, പ്രമുഖന്മാരെ കണ്ടു. ആരാണെല്ലാം? പുത്രാൻ, പൗത്രാൻ, സഖീ സദാ. പുത്രന്മാര്, പൗത്രന്മാര്, ബന്ധുക്കള്, അമ്മാവന്മാര്, അച്ഛനെ പോലെയുള്ളവര്, കൂട്ടുകാര്, ഇവരൊക്കെ 2 തലത്തിലും തന്നോട് യുദ്ധം ചെയ്യാൻ നിൽക്കുന്നു തോന്നിയപ്പോഴാണ് അർജുന്റെ ഇതൊക്കെ പോയി. ഗാണ്ഡീവം സംസദേഹസ്ത രോമഹർഷത്തജായതേ. ഗാണ്ഡീവം സംസദേഹസ്ത. തീർത്ഥത്തിലിരുന്നു. ഗാണ്ഡീവൊക്കെ പോയിട്ട് തീർത്ഥത്തിലിരുന്നു അർജുനൻ. ഇവിടെ ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങി. കുതസ്ത്വാൻ കസ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാദിദൃഷ്ടം അസ്വർഗ്യം അകീർത്തികരമർജുന ക്ലൈബ്യം മസ്തമമപ്പാർത്ത നൈദദ്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയദൗർബല്യം കൃത്തോ ഉത്തിഷ്ഠപരന്തവ. അർജുന, ഈ അപകടകരമായ സമയത്ത് ആര്യന്മാർക്ക്, ശ്രേഷ്ഠന്മാർക്ക് ചേരാത്തതായിട്ടുള്ള ഈ ക്ലൈബല്യമുണ്ട്. നിന്റെ മനസ്സിന്റെ ഈ ചാഞ്ചല്യം ഇതൊന്നും തോന്നാൻ പാടില്ല. എഴുന്നേക്കൂ അർജുന, യുദ്ധം ചെയ്യൂ, നിന്റെ പ്രവൃത്തി ചെയ്യൂ അല്ലെ. എവിടത്തെ പറഞ്ഞത്? യുദ്ധക്കളത്തിൽ വെച്ചാണ്. ഇനിയും പറഞ്ഞു കൊടുത്തു. ഭാഗവത്തില് അവസാനം ഏകാദശി തലത്തിൽ പറഞ്ഞു. ഉദ്ധവസ്വാമിക്ക് ഇതേ കാര്യം തന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞു കൊടുത്തു. ആർക്കൊക്കെയാണ് എവിടെയൊക്കെയാണ് ഉപദേശിക്കേണ്ടത് അറിയാവുന്ന ഭഗവാൻ 2 തരത്തിൽ ഒരേ ഉപദേശം 2 സ്വഭാവമുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. എവിടെ വെച്ച്? ദ്വാപരയുഗത്തിൽ. അത് കഴിഞ്ഞിട്ട് കലിയുഗത്തിലേക്ക് വരികയാണ്. കലിയുഗത്തെ സംബന്ധിച്ച് ഇതില്ല. കലിയുഗത്തിൽ ഈ ഉപദേശത്തിനൊന്നും പ്രാധാന്യമേ ഉണ്ടാവില്ല. ഉപദേശിച്ചൊന്നും കാര്യമുണ്ടാവില്ല. ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നില്ലേ? ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ പറയുമ്പോഴും നിങ്ങൾ കേൾക്കുമ്പോഴും ഭഗവാനോട് ചേരണം, ഭഗവതിയോട് ചേരണം. സന്തോഷം. ഇതൊക്കെ ശരിയാണ്, സത്യമാണെന്നൊക്കെ തോന്നും. ഈ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് പോയാൽ എന്താണ്? മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും, കല്ലിനുമുണ്ടാകും സൗരഭ്യം. ഇവിടെയും അതുണ്ട്, പുറത്തുമുണ്ട്. പുറത്ത് വേറെ കൊടിയാണ്, ഇവിടെ വേറെ കൊടിയാണെന്ന് മാത്രം. 2 മുല്ലപ്പൂവാണ്. ഒന്ന് കാട്ടുമുല്ലയും ഇത് നല്ല മുല്ലയും. 1 വർഷം
ഇപ്പൊ സത്യത്തെ കുറിച്ചൊക്കെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാലേ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾ ചോദിക്കും, പിന്നെ അങ്ങേരൊക്കെ അങ്ങനെയൊക്കെ പറയും, ഇപ്പൊ 2 കള്ളം പറയാതെ എങ്ങനെ ജീവിക്കാൻ പറ്റും? ആരെങ്കിലും പറ്റിക്കാതെ ജീവിക്കാൻ പറ്റുമോ? ഒന്ന് ചത്തല്ലേ ഒന്നിന് വളമാകുന്നത്? ഉടനെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഒന്ന് ചത്തല്ലേ ഒന്നിന് വളമാകുന്നത്, ഒരുത്തം നശിപ്പിച്ചല്ലേ ഞാൻ രക്ഷപ്പെടേണ്ടെന്നാണ് പറയാം. ഇങ്ങനെ ചില ആരും പറയാത്ത ചില പ്രമാണങ്ങൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താണ്? മൗനം, അടുത്ത വരി മൗനം, വിദ്വാനും ഭൂഷണം, അടുത്ത വരി എന്താ അറിയുമോ? അറിവില്ലാത്തവർക്ക് ഒരലങ്കാരം. അറിവില്ലാത്തവർക്ക് അറിവില്ലാത്ത ഒരാൾ നല്ല ഗൗരവത്തെ ഇരുന്നാൽ മതി, ആരും അങ്ങോട്ട് ചെല്ലത്തില്ല, അയ്യോ വലിയ കുഴപ്പക്കാരനാണ്, വാ തുറന്ന മണ്ടനായിരിക്കും. മൗനം. ഇനി ഇതേപോലെ സാധനമുണ്ട്, കൊന്നാൽ പാപം, ബാക്കി നമുക്ക് ആവശ്യമുള്ള മാത്രമേ പഠിക്കും. കൊന്നാൽ പാപം, തിന്നാൽ തീരും. ദേവകി ചേച്ചിയുടെ കോഴി ജാനകി ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നു, ജാനകി ചേച്ചിയുടെ ഹസ്ബൻഡ് അടി കൊടുത്തു, ദേവകി ചേച്ചിയുടെ കോഴി ചത്തുപോയി. അപ്പോഴാണ് ജാനകി ചേച്ചിയുടെ ഹസ്ബൻഡ് പറയുന്നത്, അയ്യോടി ദേവകിയുടെ കോഴി ചത്തുപോലോ, ചേട്ടൻ വിഷമിക്കണ്ട, ഇപ്പൊ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. ചേച്ചി ചേട്ടൻ കുളിച്ചിട്ട് വന്നപ്പോഴത്തേന് അതിനെ റെഡിയാക്കി പൊരിഞ്ഞ് ചപ്പാത്തി ഉണ്ടാക്കി ടേബിളിന്റെ ഫ്രണ്ടിൽ വെച്ചു. അപ്പോഴാണ് ജാനകി ചേച്ചിയുടെ ഹസ്ബൻഡ് വിഷമം, എടി ദേവകിയുടെ കോഴിയല്ലേ, എന്ത് ചെയ്യും? അപ്പൊ ജാനകി ചേച്ചി പറഞ്ഞു കൊടുത്തു, ചേട്ടാ വിഷമിക്കണ്ട, കൊന്നാൽ പാപം, തിന്നാൽ തീരും. ഇതല്ല സാധനം, കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നൊരു വലുതാം മൂഢതയുണ്ട്. കൊന്നാൽ പാപം തിന്നേ തീരും. കൊന്നാൽ പാപം തിന്നാൽ തീരും എന്നുള്ളത് എന്താ? മൂഢതയാണ്. യഥാർത്ഥം എന്താ? കൊന്ന പാപം അനുഭവിച്ചേ തീരൂ എന്നാണ് യഥാർത്ഥത എന്നത്. ഇങ്ങനെ ചില സാധനങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ പറയും, പിന്നെ കള്ളം പറയാതിരിക്കാൻ ജീവിക്കാൻ പറ്റുമോ? ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുത്തുട്ടം തിന്നണം. ആര് പറഞ്ഞു തിന്നണം? ഈ നെഗറ്റീവായിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആഗ്രഹമുള്ളത് ചരട് എഴുതിച്ചു കൊടുക്കാൻ പറഞ്ഞു, പേര് അവിടെ നിന്ന് എഴുതി കൊടുക്കും. അങ്ങനെ ഈ യുഗധർമ്മങ്ങൾ പറയുമ്പോ നമ്മുടെ ധർമ്മം ചെയ്യാതിരിക്കാൻ ചില മാർഗങ്ങളാണ് ഇതൊക്കെ. ചില കാര്യം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാതെ അല്ലെങ്കിൽ തെറ്റ് ചെയ്തു പോയി, ഇനി ചെയ്യാൻ സാധിച്ചില്ല, ഇങ്ങനെയൊക്കെ വരുമ്പോ നമ്മൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന ചില മാർഗങ്ങളാണിത്. ഈ പറഞ്ഞ സാധനം നമ്മൾ ന്യായീകരണത്തിന് വെക്കുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കാൻ ശ്രമിക്കാതെ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ ശ്രമിക്കുന്നതാണ് പ്രാധാന്യം. ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ പോലും ഒരു നല്ല കാര്യം നമ്മളോട് പറഞ്ഞാൽ അത് കേൾക്കുക എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അത് കേട്ടാൽ വളരെ ഗംഭീരം. അതുകൊണ്ട് എന്ത് ചെയ്യാം? എന്തെങ്കിലും തെറ്റുവരാത്ത മനുഷ്യരില്ലല്ലോ, എല്ലാവരും മനുഷ്യരല്ലേ. സാഹചര്യം കൊണ്ടോ സന്ദർഭം കൊണ്ടോ ഒക്കെ എന്ത് ചെയ്യണ്ടാവും, നമുക്കൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടാവും. ആ തെറ്റ് അറിഞ്ഞ എന്ത് ചെയ്യാ, കഴിയുന്നതും ഈ മണ്ണിൽ വീണാൽ അങ്ങനെ എഴുന്നേക്കണം. പിന്നെ അവിടെ കൊണ്ട് ഉരുണ്ടാലോ, കൂടുതൽ മണ്ണ് പറ്റും. ഇതാണ് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തെറ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് മറ്റൊന്ന് ചെയ്യും, മറ്റൊന്ന് അവസാനം ഇതെല്ലാം ഒരുമിച്ച് ഇടുത്തി പോലെ തലയൊന്ന് വീഴും, താങ്ങാൻ പോലും പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം? തെറ്റാണെന്ന് ബോധ്യപ്പെട്ട അങ്ങനെ എന്ത് ചെയ്യാം? തിരുത്തിക്കൊള്ളണം. യുഗധർമ്മം, കലിയുഗധർമ്മം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ധർമ്മം, സത്യം, ശൗചം, ക്ഷമാദികൾ ദിനം ദിനം പ്രതി കുറഞ്ഞു പോകും കലിയുഗത്തില്. ധർമ്മം, സത്യം, ക്ഷമ എന്നിവ, ശൗചം, ശുചി എന്നിവ ദിനം ദിനം പ്രതി കുറഞ്ഞു പോകും കലിയുഗത്തിൽ. പണ്ട് കുളിക്കാതെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും കുളിക്കാതെ കുളിച്ചിട്ട് സ്കൂളിൽ പോകുന്ന കുട്ടികളിരിക്കുന്നു അല്ലേ? ശുചിയൊക്കെ കുറയും. പ്രയൊക്കെ അടിച്ച് 8 മണിക്ക് സ്കൂളിൽ പോകണം, 7:50 എഴുന്നേറ്റിട്ട് 8:05 സ്കൂളിൽ പോകുന്ന കുട്ടികളെ കാണാം. ഇത് എത്ര മാജിക്കാണെന്ന് അറിയത്തില്ല. ബാത്റൂമിൽ കയറുന്ന കാണാം, സുന്ദരിയായിട്ട് തിരിച്ചിറങ്ങി വരുന്നേ കാണാം. ഇതാണ് ധർമ്മം, സത്യം, ശൗചം, ക്ഷമാദികൾ ദിനം ദിനം പ്രതി കുറഞ്ഞു പോകും കലിയുഗത്തിൽ. ധർമ്മം എന്ന സാധനം എന്താണ്? സൂയതാം ധർമ്മ സർവസ്വം സുത്വാ ചൈവ വിചാരിതാം ആത്മവത് പ്രതികൂലാനി പരേഷാന്റെ സമാജരേത്. ബോധമുള്ളപ്പോൾ ഞാൻ എന്നോട് എനിക്ക് ദോഷമുള്ളത് ചെയ്യാത്തതുപോലെ മറ്റുള്ളവരോട് ചെയ്യാതിരിക്കലാണ് ധർമ്മം. അത് കുറയും. സത്യം എന്താണ്? പാലിക്കപ്പെടേണ്ടതാണ് സത്യം. ഇന്ന് വാക്ക് മാത്രം സത്യം, പ്രവൃത്തിയെല്ലാം അസത്യം. വാക്ക് മാത്രം സത്യം, പ്രവൃത്തിയെല്ലാം അസത്യം.
കഴിഞ്ഞ ഈ സപ്താഹം നവാഹം തുടങ്ങുന്നതിന് 1 വർഷം പൂർണ്ണമായി സത്യം പറഞ്ഞൊരു കൈകൊടുക്കും. കഴിഞ്ഞ സപ്താഹത്തിന് ശേഷം ഇങ്ങോട്ട് ഈ നവാഹം തുടങ്ങുന്നത് തൊട്ട് മുമ്പ് വരെ ഒരു കള്ളം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, അത് വലിയ ദീർഘമായൊരു സമയമായിരിക്കും. അതുപോട്ടെ, ഈ നവാഹം തുടങ്ങി ഇന്ന് 4-ാം ദിവസമായി. ഈ 4 ദിവസത്തിൽ ഒരു ദിവസം പോലും ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. നമ്മ കുടുംബശ്രീ ശിക്ഷയിലൊക്കെ ഉണ്ടോ? തൊഴിലുറപ്പിനുണ്ടോ? 2 അമ്മമാര് കൈ ഉറക്കി, നമുക്ക് ഒരാളോട് കൈ ഉറക്കി. ശരി, അതുകൊണ്ട് ഞാനും യജ്ഞശാലയിലേക്ക് ഇരിക്കുമ്പോൾ സത്യം പറയും. വീട്ടിൽ ഞാൻ അഞ്ജലിയെ കണ്ട കള്ളം പറയേണ്ടി വരും. എന്തെങ്കിലും കുരുത്തക്കേടോട് ചോദിക്കും, എന്തിനാ ഇടിമേടിക്കും നമ്മളുണ്ട്. അപ്പൊ അങ്ങനെയല്ലേ, ഭർത്താക്കന്മാർക്ക് ഭാര്യ അടിക്കാനുള്ള അവകാശമൊക്കെ പോയി. പണ്ടെന്ത് ചെയ്യായിരുന്നു? നല്ല ഇടിയൊക്കെ കൊടുക്കാൻ. ഇത് പറ്റത്തില്ല. എന്താണെന്നറിയുമോ? ജയ ജയ ഹോ സിനിമ വന്നതിന് ശേഷം ഇടി നടക്കത്തില്ല. ആ പടം കണ്ടോ? എല്ലാവരും കാണണം കേട്ടോ. പ്രത്യേകിച്ച് ഭർത്താക്കന്മാർ പ്രത്യേകം കാണണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് നോക്കണം ഭാര്യ ബാത്റൂമിൽ അങ്ങനെ കയറി കരോട്ട പഠിക്കുന്നുണ്ടോ. അതിനകത്ത് അങ്ങനെയാണ്. എന്നിട്ട് അടിയടി എന്ന് പറയുമ്പോഴേ അടി കിട്ടി കളയും. അതുകൊണ്ട് കള്ളം പറയാം. എങ്ങനെയാണെന്നറിയുമോ? ഭാഗവതത്തില് ശുക്രാചാര്യർ തന്റെ ഗുരുനാഥൻ ശിഷ്യന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് 3 സമയം കള്ളം പറയാമെന്ന്. ഒന്ന് സ്വന്തം ജീവൻ രക്ഷിക്കാൻ കള്ളം പറയാം. മറ്റൊന്ന് എന്താണെന്നറിയുമോ? അച്ഛനെയും അമ്മയെ രക്ഷിക്കാൻ കള്ളം പറയാം. മൂന്നാമത്തെ എന്താണെന്നറിയുന്നത്? ഒരു പെൺകുട്ടിയുടെ വിവാഹം നിശ്ചയിച്ചു. വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷൻ വളരെ മോശക്കാരനാണെന്ന് പെൺകുട്ടിക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ബോധ്യപ്പെട്ടാൽ എന്തെങ്കിലും കള്ളം പറഞ്ഞുകൊണ്ട് ആ വിവാഹം മുടക്കിയേക്കണം. 3 തവണ കള്ളം പറയാമെന്നാണ് പറയാം. അതുകൊണ്ട് സത്യം, ശൗചം, ക്ഷമ, ധർമ്മ ഇവാദികളൊക്കെ ദിനം ദിനം കുറഞ്ഞു പോകും കലിയുങ്കൽ. ഇനി എന്താണ്? അൻപോട് സ്ത്രീ വശന്മാരായി വരും പുരുഷന്മാർ. അൻപോട് സ്ത്രീ വശന്മാരായി വരും പുരുഷന്മാർ. ഇനിയോ പുരുഷന്മാരെ വിഷയിപ്പതിനായി സ്ത്രീകൾ നീളെ നടന്ന് പെരുമാറും. പുരുഷന്മാരെ വിഷയിപ്പതിനായി സ്ത്രീകൾ നീളെ നീളെ നടന്ന് പെരുമാറും. ബ്രാഹ്മണ്യത്തിന് ആശ്രയം പൂണു. ബ്രാഹ്മണ്യത്തിന് ബ്രാഹ്മണനാണെന്ന് നൂല് മാത്രം ഇട്ട് നടക്കുന്ന പരിപാടി കാണത്തുള്ളൂ. സന്ധ്യാവന്തനാലി കാണത്തില്ല. ദാനം വാങ്ങിക്കില്ല, ദാനം കൊടുക്കില്ല, വേദം പഠിക്കില്ല, വേദോപനിഷത്തുകൾ പറയുന്നതൊന്നും കേൾക്കില്ല, സ്വർണ്ണപ്പാളിയൊക്കെ കട്ടുകൊണ്ട് പോകും. ഇതൊക്കെ ആയിരിക്കും പരിപാടി. അല്ലാതെ എന്തില്ല? ബ്രാഹ്മണ്യത്തിനാശ്രയം പൂണുനൂൽ. അന്ധത കൊണ്ട് മകൾ പത്നിക്ക് തുല്യമാണ്. അന്ധത കൊണ്ട് മകൾ പത്നിക്ക് തുല്യമാണ്. വ്യാസൻ എഴുതിയിട്ടുണ്ട്, കലിയുഗത്തിൽ പൂർണ്ണ വളർച്ചയെത്തിയ മകനോട് പോലും ചേർന്ന് ഒറ്റയ്ക്ക് അമ്മ താമസിക്കാൻ പാടില്ല. മഹാഭാരതത്തിൽ പറയുന്നൊരു സന്ദർഭമുണ്ട്. അതൊക്കെ ആദ്യമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ എന്താണ് വ്യാസൻ ഇങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു. ഇതിപ്പോ 2-3 മാസം 4-5 മാസം മുമ്പാണെന്ന് തോന്നുന്നു. ഒരമ്മ വന്ന് വീഡിയോയിൽ പറഞ്ഞു, എന്റെ മകനുള്ളപ്പോ എനിക്ക് വീട്ടിലിരിക്കാൻ പേടിയാണ്. ബോധത്തെ അല്ല കേട്ടോ, ബോധമില്ലാതെ. മകനുള്ളപ്പോ എനിക്ക് വീട്ടിലിരിക്കാൻ പേടിയാണ് എന്നൊരമ്മ തുറന്നു പറഞ്ഞു. തുറന്ന് പറയാൻ കഴിയാതെ എത്ര അമ്മമാരുണ്ടാകും. ഇതാണ് അന്ധത കൊണ്ട് മകൾ പത്നിക്ക് തുല്യമാണ്. വേഷങ്ങളെല്ലാം ശൂന്യമായി വരും. വേഷങ്ങളെല്ലാം എന്താ? വേഷങ്ങൾ എന്ന് പറഞ്ഞത് വീടാണ്. വേഷങ്ങളെല്ലാം ശൂന്യമാണ്. ഞങ്ങളുടെ ശ്രദ്ധയിൽ വെച്ചാട്ടോ ഒരു മുഖത്തെ ഞാൻ വന്നപ്പോ എന്റെ കൂടെ വന്നതാണ്. ഇത് ഇവനെ കാണുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ കുഞ്ഞിനെ ഓർമ്മ വരും. ആരുണ്ടായിരുന്നു ഇവിടെ? കഴിഞ്ഞ വർഷം ഒരു മോഹനുണ്ടായിരുന്നു എന്നോടെ. പാവം, രാത്രി അർദ്ധരാത്രി വരെ ഇവിടെ നിന്ന് തൂക്കും വാരും. വീട്ടിൽ പോകാൻ പറഞ്ഞാൽ പോവില്ല. അന്ന് എല്ലാവരും അങ്ങനെ കളിയാക്കി ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇക്കാലത്ത് എന്തായാലും ആ കുട്ടി ഭഗവാനിലേക്ക് ലയിച്ചു അല്ലേ? അറിയില്ലേ കുട്ടി? അതാണ് ഇങ്ങനെ കുറച്ച് ജന്മങ്ങള് ഭഗവാൻ തന്നെ ഭൂമിയിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ഇതിപ്പോ നമ്മളൊക്കെ ഇങ്ങനെ നന്നായി സംസാരിക്കുന്നില്ലേ, നന്നായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ? നമ്മുടെ ഈ ഒരു പിരി പോയാൽ മതി, തീർന്നു. ഒരു പിരിക്കാതെ നോക്കുക. ഒരു പിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ കൂടിയോ കുറഞ്ഞോ പോയാൽ നമുക്ക് എന്ത് പറ്റും? ഇതുപോലൊക്കെ ആയി പോകും. അതുകൊണ്ട് ഭഗവാൻ ആ കുട്ടിക്ക് മോക്ഷം കൊടുക്കട്ടെ. എന്തായാലും വേഷങ്ങളെല്ലാം ശൂന്യമായി വന്നിടും. വേഷം എന്താ? വീട്. അതൊക്കെ ശൂന്യമായി വരും. കാര്യം വീട്ടിലൊന്നും താമസിക്കാൻ ആളുണ്ടാവില്ല. വീടൊക്കെ ഇഷ്ടംപോലെ കെട്ടിയും ആരുണ്ടാവില്ല. അപ്പൊ ഞാൻ താമസിക്കുന്ന വീട്ടില് അമ്മ മാത്രമേ ഉള്ളൂ. ഗംഭീര വീടാണ്, 4-5 മുറികളും
അമ്മ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് കുറിക്കാനും കഴിക്കാനും ഒക്കെ മേടിച്ചുകൊണ്ട് തരും. നല്ല നല്ല സാധനം അണ്ടിപ്പരിപ്പൊക്കെ മേടിച്ചുകൊണ്ട് തരും അമ്മ. എന്താ അമ്മയ്ക്ക് വലിയ സന്തോഷമുണ്ട്. പക്ഷേ അവിടെ താമസിക്കാൻ ആരെങ്കിലും ചെല്ലണമെന്നാണ് അമ്മയുടെ ആഗ്രഹം. ആരെങ്കിലും കൂടെ നിന്നാൽ മതി, അത്രയും ആഗ്രഹം. കാര്യം എന്താ, വിഷമങ്ങളൊക്കെ ശൂന്യമാകാൻ. 2 പെൺകുട്ടികളുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഒരു മോള് വരുന്ന കാണാം, ഇടയ്ക്ക് ഒരാൾ ദൂരെയുമാണ്. എന്ത് ചെയ്യും? അവർക്ക് ജീവിക്കണ്ടേ, അവരുടെ കാര്യത്തിലൊക്കെ പോകണം. അപ്പോൾ ഒറ്റയ്ക്കായി പോകും. വിദേശത്ത് കേരളത്തിൽ 35% വീട്ടിൽ ആരില്ല, ആൺകുട്ടികളും പെൺകുട്ടികളും, അമ്മ മാത്രമേ ഉള്ളൂ. ഈ അമ്മയ്ക്ക് ഉണ്ടാക്കാൻ, അമ്മയ്ക്ക് അച്ഛന് ജീവിക്കാനായി നല്ല വീടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ട് കുറെ ടൈൽ ഉണ്ടാക്കി വെക്കും, ബാത്റൂമിൽ ടൈൽ ഉണ്ടാക്കി വെച്ചു. അമ്മ മറിഞ്ഞു തന്നെ അതിനകത്ത് മറിഞ്ഞു വീണു. ഇപ്പോൾ കോമയിൽ കിടക്കുക, എഴുന്നേക്കാൻ വയ്യാതെ. എന്തൊരു മരമണ്ടത്തരമാണ് നമ്മൾ ഈ കാണിക്കുന്നത്. വെള്ളം വീണാൽ തെന്നുമെന്ന് അറിയാണ്ട് ബാത്റൂമിലൊക്കെ തെന്നുന്ന ടൈൽ ഇടാൻ പാടുണ്ടോ? അതേപോലെ മുകളിലേക്ക് വരുന്ന സ്റ്റെയറിലൊക്കെ തെന്നി മറിഞ്ഞു വീഴുന്ന സാധനങ്ങളാണ് വെക്കുക. അങ്ങനെയാണ് വെക്കേണ്ടത്. മനുഷ്യൻ നടക്കേണ്ട സ്ഥലമല്ലേ. അപ്പൊ ഒന്നെങ്കിൽ ഈ പണിയുന്നവർ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ വെക്കുന്നവർ ശ്രദ്ധിക്കണം. ഈ പാമ്പുടി അമ്മമാർ അതിലേക്കൂടെ ഇതിലൂടെ പോയി എത്രയോ അമ്മമാരാണ് മറിഞ്ഞു വീഴുന്നത്. കാലൊടിഞ്ഞു പോകുന്നു, കൈയൊടിഞ്ഞു പോകുന്നു, അനങ്ങാൻ വയ്യാതെ കിടക്കുന്നു, അല്ലേ? വേഷങ്ങളെല്ലാം ശൂന്യമായി വന്നിടും. കേരളത്തിലെ യാത്ര ഇങ്ങനെയാണെങ്കിൽ ഒരു 25 കൊല്ലം കഴിയുമ്പോൾ കേരളത്തിൽ വൃദ്ധന്മാർ മാത്രമേ ഉണ്ടാവും. ഞാനൊക്കെ വൃദ്ധരാവുന്ന സമയത്ത് അതൊക്കെ ജീവിച്ചിരുന്നാൽ കൊള്ളാം. ഇപ്പൊ 45 ഉണ്ട്, 10-15 വർഷമുള്ളിൽ ജീവിച്ചിരിക്കത്തില്ല. അതിന് മുമ്പ് ചട്ടുപോകും. കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വൃദ്ധന്മാരായി മാത്രം വരും. ബാക്കി എല്ലാവരും എങ്ങോട്ട് പോവുക? വിദേശത്തേക്ക് പോകുക. എന്തിനാണ്? എനിക്ക് നിങ്ങളോടൊക്കെ ഉള്ള അപേക്ഷ, കുറച്ചു കാലം കൂടി നിങ്ങൾ ഇവിടെ നിന്ന് നിൽക്കണം. ഭാരതത്തിൽ, കേരളത്തിൽ മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. മാറിയേ പറ്റൂ. എന്താ കാര്യം? ചോദ്യം ചെയ്യലൊക്കെ തുടങ്ങി. ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കൊന്നും മര്യാദയ്ക്ക് കാര്യങ്ങൾ ചെയ്തു പോയില്ലെങ്കിൽ എല്ലാവരും ചെറിയ കുഞ്ഞുകുട്ടി മുതൽ മുഖമുത്തശ്ശന്മാർ വരെ വരുമ്പോൾ ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ? കാര്യം എന്താ? എല്ലാ സോഷ്യൽ മീഡിയ വഴിയും അതുവഴിയും ഒക്കെ കണ്ടറിയുന്ന ആൾക്കാരായി മാറിയപ്പോൾ അത് മാറിയേ പറ്റൂ. മാറാനുള്ള എല്ലാ യോഗങ്ങളും ആരംഭിച്ചിട്ടുമുണ്ട്, കേരളത്തിലും ഭാരതത്തിലും. നമുക്കറിയാം, ഭാരതത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മാറ്റത്തിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ മാറ്റത്തിന്റെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇത് മാറും. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന യുവാക്കള് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ഈ പൊക്കോളൂ, നിങ്ങൾ ജോലിക്കൊക്കെ പൊക്കോളൂ. 2.5 മണിക്കൂർ കൊണ്ടോ അല്ലെങ്കിൽ 8 മണിക്കൂർ കൊണ്ടോ പോയിട്ട് വരാനുള്ള ദൂരമേ ഉള്ളൂ ഭാരതത്തിന്. ലോകത്തെ എല്ലാ സ്ഥലത്തേക്കും അല്ലെങ്കിൽ മാക്സിമം ഒരു ദിവസം പോയിട്ട് വരാൻ ദൂരമേ ഉള്ളൂ. നിങ്ങൾ പോകൂ, ജോലിക്ക് പോകൂ. ജോലിക്ക് പോയിട്ട് ഇപ്പം എന്താ സംഭവിക്കുന്നത്? അവിടെ പോയി അവിടുത്തെ സിറ്റിസൺഷിപ്പ് എടുത്ത് അവിടെ താമസിച്ച് 10-30 കൊല്ലം കഴിയുമ്പോൾ കേരളത്തോടോ ഭാരതത്തോടോ യാതൊരു ബന്ധവുമില്ലാത്ത അവിടുത്തെ ആളായി മാറും. ഇവിടെ അച്ഛനും അമ്മയും അവിടെ നാട്ടിലാണ്. ബുദ്ധിമുട്ട് അനുഭവിച്ച്, ദുഃഖം അനുഭവിച്ച് നാട്ടിൽ നിൽക്കുന്നു അവരോരോരുത്തരും. അതുകൊണ്ട് വേഷങ്ങളെല്ലാം ശൂന്യമായി വന്നിടും. ഇനിയോ 4 ആലയവും നടുമുറ്റവും ഇല്ലാത്ത വീടുകൾ തീർത്തിടും. ജനസംഖ്യയൊക്കെ ഉയരും, സ്ഥലങ്ങൾ അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും താമസിക്കാനുള്ള ഫ്ലാറ്റ് പോലുള്ള സമുച്ചയങ്ങളൊക്കെ ഉണ്ടായി വരും. പിന്നെയോ ധർമ്മം എന്നത് കള്ളമായി വന്നിടും. ധർമ്മം പറയുന്നവൻ കള്ളനെന്ന് പറയും. സത്യധർമ്മമൊക്കെ പറയുന്നവൻ, അല്ലേ? ആടിനെ പട്ടിയാക്കുന്നത് അറിയത്തില്ലേ? പണ്ടൊരിക്കൽ ഒരാടിനെയും കൊണ്ട് ഒരു നല്ല മനുഷ്യൻ ഇതിന് വിൽക്കാൻ കൊണ്ടുപോവാ. 4 കള്ളന്മാർ വിചാരിച്ച് ആടിനെ എങ്ങനെയെങ്കിലും ഈ കടയിൽ കാണിച്ചെടുക്കണം. അപ്പോൾ ഒരു കള്ളൻ ആ പോകുന്ന വഴിയിൽ ഇങ്ങനെ നിന്നു. എന്നിട്ട് ചോദിച്ചു, ഈ പട്ടിയെ കൊണ്ട് എവിടെ പോകുന്നു? അപ്പൊ ഈ ആട് കണ്ടി പട്ടിയോ? എൻ്റെ കഴിക്കുന്ന ആടല്ലേ? അങ്ങനെ മനസ്സിലായി, ഇത് പട്ടിയാണ്. ഇത് ആടിന്റെ കൂട്ടിരിക്കുന്നേ ഉള്ളൂ, പട്ടിയാണ്. അങ്ങനെ ഒരു ബോളാകുള്ള ഈ വെള്ളം പറയില്ലേ എന്ന് പറഞ്ഞാൽ അടുത്ത വളർന്നു ചെല്ലുമ്പോൾ അവിടെ എടുക്കുന്നെങ്കിൽ അവിടെ ഇയാൾ വരുന്നതിന് മുമ്പ് ഈ പട്ടിയെ പോയി ഇയാളൊന്ന് കുറച്ചെന്ന് ചോദിച്ചു. കണ്ടില്ലേ ഈ കുരയ്ക്കുന്ന പട്ടിയെ കൊണ്ട് എവിടെയാണ് പോകുന്നത്? ഇയാൾക്ക് തന്നെ സംശയം തുടങ്ങി, ഇത് പട്ടി തന്നെയാണോ ആടാണോ? എന്തായാലും 4 വളവ് കഴിഞ്ഞപ്പോഴത്തേന് കക്ഷി എന്ത് ചെയ്തു? ആ ആടിനെ വിട്ടിട്ട് പൊക്കളഞ്ഞു. എന്താണ്? പട്ടിയാണെന്ന് വിചാരിച്ചത്. ഇതാണ് ആടിനെ പട്ടിയാക്കാനുള്ള കഥ. ഇതാണ് ഇന്നൊരു നാടിന്റെ സമൂഹം. സത്യം പറയുന്നവൻ, ധർമ്മം പറയുന്നവൻ എന്തായി മാറും? കള്ളനായി മാറും. ഉറക്ക കള്ളം പറയുന്നത് പിൽക്കാലത്ത് സത്യമായി വരും. 4 പേര് ഉറക്കെ ഒരു കള്ളം പറയട്ടെ, 5ാമത് സത്യമായി ഏറ്റെടുക്കും. ഇന്നലെ ചെയ്ത ഒരു അബദ്ധം മൂഢർക്ക് ഇന്നത്തെ ആചാരമാണ്, നാളത്തെ ശാസ്ത്രമതാകും സമ്മതം മൂളാകരാകും. ഇന്നലെ ചെയ്ത ഒരു അബദ്ധം മൂഢർക്ക് ഇന്നത്തെ എന്താകും? ആചാരമാകും. നാളത്തെ ധർമ്മമതായി മാറും. സമ്മതം മൂളല്ലേ രാജാവേ എന്നൊരു കഥയുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആ കഥ? പണ്ട് ഈ യാഗം നടത്തിയപ്പോ ഒരാള് ഗുരുനാഥൻ വന്നിട്ട് ഈ യാഗം നടത്തുന്ന രാജാവിനോട് പറയുകയാണ്, രാജാവേ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറന്നുപോയി. നിന്റെ അച്ഛനും മുത്തച്ഛനും ഒക്കെ യാഗം നടത്തുമ്പോ ഒരു കറുത്ത പൂച്ചയെ പിടിച്ച് കൊട്ടയുടെ അടിയിൽ അടച്ചിടുവായിരുന്നു. നീ അത് ചെയ്തില്ല. അത് ചെയ്തില്ലേ വലിയ പ്രശ്നമാണ്. അപ്പൊ ഇയാളെ എവിടുന്ന് ഒരു കറുത്ത പൂച്ചയെ പിടിച്ച് അടച്ചിട്ടു.
അപ്പോഴാണ് ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കേടാ കണ്ട, ഇതെന്താ സംഭവിച്ചെന്നറിയുമോ? എന്റെ മുത്തശ്ശൻ യാഗം നടത്തിയപ്പോൾ ഒരു കറുത്ത പൂച്ച വന്ന് യാഗശാലയുടെ കൂടിയിട്ട് വിളക്കൊക്കെ തട്ടിമറിച്ചിട്ട്. അപ്പൊ ആരോ പറഞ്ഞു ഇതിനെ കളയണ്ട, യാഗത്തിന്റെ ജീവി വന്നില്ലേ, കൊല്ലണ്ട, പിടിച്ച് കൊട്ടണ്ടടിക്ക് അടച്ചിട്ടേക്കാൻ പറഞ്ഞു. അതിപ്പോ സമ്പ്രദായമായി ഇന്ന് പൂച്ച വരാനിട്ട് എവിടെയോ പോയി ഒരു കറുത്ത പൂച്ചയെ പിടിച്ചോണ്ട് വന്ന് കൊട്ടണ്ടടിക്ക് അടച്ചിടുക. ഇങ്ങനത്തെ ആൾക്കാരുണ്ട് അല്ലേ? മരമണ്ടത്തരം ഇങ്ങനെ നിരന്തരം ചെയ്യുക. എന്റെ അച്ഛൻ ചെയ്തു, എന്റെ അമ്മാവൻ ചെയ്തു, എന്റെ മുത്തച്ഛൻ ചെയ്തു, എന്റെ അച്ഛൻ കുഴിച്ച കിണറാണ്, അതിൽ വെള്ളമില്ലെങ്കിൽ നമ്മൾ അതിൽ തന്നെ വെള്ളം കോരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമോ? മാറ്റി കുഴിക്കണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒടിയിറക്കണം. അല്ലേ? അപകടം വളർന്ന് മാറ്റങ്ങൾ ഉണ്ടാവണ്ടേ? ഈ സമൂഹ മാറ്റത്തിലൂടെ ഉണ്ടായതാണ്. മാറ്റം വരാത്തത് മാറ്റത്തിൽ മാത്രമാണെന്നല്ലേ പറയാ. മാറ്റം വന്നുകൊണ്ടേയിരിക്കും, കാര്യങ്ങൾ സ്വീകരിക്കണം. അതുകൊണ്ട് വേഷങ്ങളെല്ലാം ശൂന്യമായി വന്നിടും, ധർമ്മമെല്ലാം കള്ളമായി വരും. വർണ്ണാശ്രമങ്ങളൊന്നും കാണുകയില്ല, ആശ്രമധർമ്മങ്ങളൊന്നും കാണില്ല. ഏതൊക്കെ ആശ്രമധർമ്മങ്ങൾ? ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചര്യ ആശ്രമവാസികൾ ബ്രഹ്മചര്യത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഈ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാതെ തന്നെ ഗൃഹസ്ഥാശ്രമത്തിന്റെ സർവ ഗുണങ്ങളും അനുഭവിച്ചു വിടണം. പറഞ്ഞ മനസ്സിലായല്ലോ അല്ലേ? ഇനിയോ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിച്ചാൽ ഒരിക്കലും എങ്ങോട്ട് പോകില്ല, വാനപ്രസ്ഥത്തിലേക്ക് പോകില്ല. വാനപ്രസ്ഥത്തിൽ ആരെങ്കിലും പിടിച്ച് തള്ളിയിട്ടാൽ നിങ്ങൾ ഒരിക്കലും സന്യാസം സ്വീകരിക്കുകയില്ല. ഇവിടെ മക്കൾക്കും തന്റെ മക്കൾക്കും മുതിർന്ന കുട്ടികളുള്ള അമ്മമാര് കൈവിട്ടു. തന്റെ മക്കൾക്ക് ഒരു 10-15 വയസ്സുള്ള മക്കളൊക്കെ ഉണ്ട്. എല്ലാ വാനപ്രസ്ഥികളാണ് കേട്ടോ. ഈ മാലയും വളയും കാര്യം കൂടി വെച്ചേക്കണം. വാനപ്രസ്ഥികൾക്ക് കൊണ്ട് അവകാശമില്ല. കൈ ഉയർത്തിയത് വളരെ ഗംഭീരമാണെന്ന് വിചാരിച്ചാൽ കൈ ഉയർത്തിയത് ഇവിടെ മനസ്സിലായത് അപകടമാണ്. എന്താണ് ഈ വാനപ്രസ്ഥ പ്രദേശം? എന്താ? നിങ്ങൾ മാല ഉണ്ടാകുന്ന കേട്ടോ, മാല കിട്ടുള്ളൂ, ചെറുതൊക്കെ ഇട്ടുകൊണ്ട് പോകണം. കാര്യം എന്താ? ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ സൂക്ഷിക്കണം. ആര് നിൽക്കും? ഡൂക്ക് ബൈക്കിൽ 2 ചേട്ടന്മാർ ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് നിൽക്കും. ഇങ്ങോട്ട് വരുമ്പോഴാണ് അമ്മ ഇവിടെ നവാഹ നടക്കുന്ന സ്ഥലം ഏതാണ്? ഈ അമ്മ പാവം പിടിച്ചാൽ അങ്ങോട്ട് അയ്യോ മോനെ അവിടെ പറയുന്ന സമയത്തായിരിക്കും പൊട്ടിച്ചോണ്ട് പോകും. 1 പവനാണെങ്കിൽ കഴുത്ത് പോകത്തില്ല, 5 പവനാണെങ്കിൽ കഴുത്തും കൂടെ പോകും. നീ റോഡ് കേട്ട് മുക്കുവണ്ട ഇട്ടുകൊണ്ട് വരാനാണെങ്കിൽ പൊട്ടിക്കുന്നവന്റെ കൈ കല്ലുണ്ട്, ഉരച്ച് നോക്കിയിട്ട് പൊട്ടിക്കും. അടിയിൽ എന്താണ് മുക്കുകൊണ്ട് വേണമെങ്കിൽ അടിയിൽ കിട്ടും, സ്വർണവും പോകും. അതുകൊണ്ട് സ്വർണ്ണമൊക്കെ സൂക്ഷിക്കണം ഇട്ടുകൊണ്ട് വരുമ്പോ. ചെറുതൊക്കെ ഇട്ട് നടന്നാൽ മതി, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നല്ല സെക്യൂരിറ്റികളെടുത്ത് മാത്രമേ ഇട്ടുകൊണ്ട് പോകാം അല്ലേ? നോക്കൂ, വാനപ്രസ്ഥത്തിലേക്ക് പ്രവേശിച്ചാൽ എന്ത് തുടങ്ങണം? വേണ്ട വേണ്ട എന്ന് തീരുമാനിക്കേണ്ടതാണ്. ഇതെനിക്ക് വേണ്ട, ഇത് മതി, ഇതുകൊണ്ട് ഞാൻ ജീവിച്ചുകൊള്ളാം, ഇത് തന്നെ ധാരാളം അല്ലേ? ഇങ്ങനെ പറഞ്ഞ് തൽക്കാലം മതി 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 എന്ന് പറഞ്ഞ് മനസ്സിനെ അടക്കി കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അയ്യോ അതവിടെ പോട്ടെ, അത് മോക്ഷം കിട്ടാനുള്ള സാധനമാണ്, അങ്ങോട്ട് ഓടുക, നിങ്ങളതിനെ ഓടിച്ചു വിട്ടു. എന്നെ കാണുന്നത് നന്നായിട്ട് ആ ചേച്ചി പട്ടിയെപ്പെട്ടു അവിടുന്ന് വരുന്നത്. അപ്പൊ എവിടെ ശ്രദ്ധിക്കാൻ നോക്കണം? അതിലേങ്ങോട്ട് വന്നപ്പോഴേ ഹൂന്ന് കാണിക്കുന്നത് ഇവിടുന്ന് പട്ടിയെ. എന്തൊരു കണ്ണാ! നേരത്തെ ഞാൻ പറഞ്ഞ കണ്ണതൊക്കെയാ, ദൂരെ കാണാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? മോക്ഷം കിട്ടാനുള്ള മാർഗം എന്ത് ചെയ്യുക? മോഹത്തിന്റെ ക്ഷയമാണ് മോക്ഷം അല്ലേ? നമ്മളിപ്പോഴേ ആഹാരമൊക്കെ കുറച്ച് ക്രമീകരിച്ച് തുടങ്ങണം അല്ലേ? എനിക്ക് 40 വയസ്സായി, നിങ്ങളും ഒരു 50 വയസ്സ് 40 വയസ്സ് കഴിഞ്ഞാലേ ആഹാരം ക്രമീകരിച്ചു തുടങ്ങണം. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം ആദ്യം ഉപേക്ഷിച്ചു തുടങ്ങണം അല്ലേ? നമ്മള് ഈ ഇവിടെ പോകുമ്പോഴേ തിരുപ്പതി പോകുമ്പോൾ ഒരു ചടങ്ങുണ്ട്, ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉപേക്ഷിക്കാം. കേട്ടിട്ടുണ്ടോ നിങ്ങള്? തിരുപ്പതി പോകുമ്പോൾ അങ്ങനെ ചടങ്ങുണ്ട്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതെങ്കിലും ഒന്ന് ഉപേക്ഷിക്കണം. ശരീരത്തിലുള്ളതോ മനസ്സിലുള്ളതോ നമ്മൾ കഴിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും അതൊന്ന് ഉപേക്ഷിക്കണം. അതുകൊണ്ട് തിരുപ്പതി പോയിട്ട് നമ്മൾ ആദ്യം എന്ന് ഉപയോഗിച്ച് ലഡു ഉപേക്ഷിച്ചു. അതങ്ങനെ അവിടെ നിന്ന് ലഡു കിട്ടിക്കൊണ്ടിരിക്കും, പിന്നെ അങ്ങനെ ഉപേക്ഷിക്കുക. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനമായി കിട്ടുന്നത് പ്രസാദം ലഡുവാണ്. നല്ല ലഡു, വലിയ ലഡു കിട്ടും. അപ്പൊ അവിടെ പോയപ്പോൾ നമ്മൾ തീരുമാനിച്ചു ലഡു ഉപേക്ഷിക്കുക. ഈ സമയം പ്രസാദം ഭഗവാനിൽ നിന്ന് പ്രസാദം ആയിട്ട് ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, ആ സാധനം മധുരം ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഏതെങ്കിലും ഒരു വസ്തുവിനെ ഉപേക്ഷിച്ചിരിക്കണം. ഓരോ നവരാത്രിക്കും ഓരോന്ന് ഉപേക്ഷിക്കണം. ഈ വാനപ്രസ്ഥികളുടെ ലക്ഷണമാണ്. വിദ്യാർത്ഥികൾ ഓരോ നവരാത്രിക്കും ഓരോന്ന് പഠിച്ചു തുടങ്ങണം. വാനപ്രസ്ഥികൾ ഗൃഹസ്ഥാശ്രമികള് ഓരോ നവരാത്രിക്കും പുതിയതൊന്ന് ചെയ്തു തുടങ്ങണം. വാനപ്രസ്ഥികളോ ഓരോ നവരാത്രിക്കും ഓരോന്ന് ഉപേക്ഷിച്ചു തുടങ്ങണം അല്ലേ? എന്തുപേക്ഷിക്കണം? എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ പ്രധാനമാണെന്ന് വിചാരിക്കുന്ന ഒന്നിനെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കാം അല്ലേ? ധനമായിരിക്കാം, ആഭരണമായിരിക്കാം, ആഹാരമായിരിക്കാം, ഏതെങ്കിലും വസ്തുവായിരിക്കാം. അങ്ങനെ ഉപേക്ഷിച്ച് ഇനി എല്ലാം ഉപേക്ഷിച്ചാലും സമാധാനമായി എനിക്ക് പോകാൻ കഴിയുമെന്ന മാനസികാവസ്ഥയിലേക്ക്
നിർത്തണം. ഇപ്പൊ അങ്ങനെയാണോ? അരക്കെട്ടിലിരിക്കണം താക്കോല് പോയാലും. അത് അങ്ങനെയൊക്കെ വേണ്ടാടി. അങ്ങനെ നീ ഇപ്പൊ അരി അളന്ന് തരണ്ട, ഞാൻ തന്നെ അരി അളന്ന് തരും. ഇപ്പൊ കാലഘട്ടം നടക്കുന്നു. ഇങ്ങനെ വിചാരിച്ചാൽ എന്ത് പറ്റും? പോകാൻ എന്തുണ്ടാകും? സമാധാനമേ ഉണ്ടാവില്ല. ഈ നിമിഷം പോകാമെന്ന് ചിലർ പറയില്ലേ? ഈ നിമിഷം പോകാൻ എനിക്ക് യാതൊരു വിഷമവും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ചെന്ന് പെടുമ്പോഴാണ് എന്തുണ്ടാകുക? മോക്ഷം എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കട്ടെ. കുറച്ചുകൂടി പറയാനുണ്ട്, പക്ഷെ സമയം ആയതുകൊണ്ട് നമുക്ക്